ഹാർവസ്റ്റ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹവന്ദനം. ഇന്ന് ഒരു പ്രത്യേക ടോക്ക് ഷോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ അതിനായിട്ട് കടന്നു വന്നിരിക്കുന്ന ഇവരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് പി ടി തോമസ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വേദാധ്യാപകനാണ്. വളരെ വർഷങ്ങളിലെ പരിചയം അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹം മുതൽ ഞാൻ ഏറ്റവും ദൈവത്തെ സ്തുതിക്കുന്നു. അതേ തുടർന്ന് സാജു ജോൺ മാത്യു. അദ്ദേഹവും പ്രത്യേകിച്ച് ഹാർവസ്റ്റ് ടി വിയിൽ ദൈവാനുക്രമമായി പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം വന്നിട്ടുണ്ട്. തുടർന്ന് സജിത്ത് ജോസഫ്. അദ്ദേഹവും ഈ നാൾ കർത്താവ് കരങ്ങളെടുത്ത് ധാരാളം ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, ഒരു ദേവദാസനാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ആയിരിക്കുന്നു. ഇന്ന് ഈ ടോക്ക് ഷോയിലെ വിഷയം എന്താണെന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും. ധാരാളമായി നമ്മൾ കേൾക്കുന്നു, നമ്മൾ അനുഭവിക്കുന്നു. മറ്റൊന്നുമല്ല, ദൈവകൃപ. നാം രക്ഷിക്കപ്പെട്ടത് ദൈവകൃപയാലാണെങ്കിൽ നാം നിലനിൽക്കുന്നതും അവസാനം വരെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നതും ദൈവകൃപ തന്നെയാണ്. അപ്പോൾ ആ കൃപ, അല്ലെങ്കിൽ ആ കൃപയുടെ സുവിശേഷം എന്നൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരുപാട് നമ്മൾ കേൾക്കുന്നു. അപ്പോൾ കൃപയാലല്ല കൃപ സുവിശേഷത്തിൽ ഇല്ലെങ്കിൽ പിന്നെന്താണ് സുവിശേഷം? അല്ലെങ്കിൽ ഇത് രണ്ടും ഇൻസെപ്പറബിളാണ് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈ കൃപയുടെ സുവിശേഷം എന്ന പേരിൽ പല ധാരണകളും തെറ്റിദ്ധാരണകളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരിയുണ്ട്. അപ്പോൾ അതൊന്ന് ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കൺവിക്ഷൻസ്, ദൈവാത്മാവ് അവർ കൊടുത്തിരിക്കുന്ന കൺവിക്ഷൻസ് ഒന്ന് പങ്കിടുവാനായിട്ട് ഈ സമയം വിനിയോഗിക്കുവാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. ആദ്യമായിട്ട് ഞാൻ പി ടി തോമസാനോടാണ് ഞാൻ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സബ്ജക്റ്റ്, സുവിശേഷം നമ്മളെല്ലാവരും പ്രസംഗിക്കുന്നതാണ്. കൃപയാലാണ് നമ്മളെല്ലാം രക്ഷിക്കപ്പെടാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം കൃപയാലുള്ള സുവിശേഷം, അല്ലെങ്കിൽ കൃപയുടെ സുവിശേഷം തന്നെയാണ് നമ്മളെല്ലാവരും പ്രസംഗിക്കുന്നത്. അതിനെപ്പറ്റി സാറിൻ്റെ ധാരണ, പ്രത്യേകിച്ച് അല്ലെങ്കിൽ അറിവ്, കൺവിക്ഷൻ ഒന്ന് പറയാമോ? സുവിശേഷം എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അതിൻ്റെ കേന്ദ്രം. എന്നാൽ അത്ഭുതം ചെയ്യുന്ന മശിഹ എന്ന ഒരു ഡീവിയേഷനിലേക്ക് പോകാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കൃപയുടെ സുവിശേഷം എന്ന് തന്നെ കൃപയുടെ വചനത്തിൽ സാക്ഷിയുന്നു എന്നൊക്കെയാണ് തിരുവെഴുത്ത് പറയുന്നത്. ദൈവവചനം കൃപയാല, നമ്മൾ രക്ഷ അനുഭവിക്കുന്ന കൃപയാല, ഓൺലി ബൈ ഗ്രേസ്, ഓൺലി ബൈ ഫെയ്ത്ത്. എന്നാൽ കൃപ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതിനെ തെറ്റിദ്ധരിച്ച് കൃപയാൽ രക്ഷിക്കപ്പെട്ടു വന്ന ശേഷം പിന്നെ ആ കൃപയിൽ നിലനിൽക്കുവാൻ നമ്മളൊന്നും ചെയ്യണ്ട എന്നും കർത്താവെല്ലാം കാൽവരിൽ നിവർത്തിച്ചത് കൊണ്ട് ഇനി നമുക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ലെന്നുമുള്ളൊരു ആശയത്തിലേക്ക് ഈ അടുത്ത കാലത്തായിട്ട് സഹോദരങ്ങളിൽ ചിലർ വന്നിട്ടുണ്ട്. അത് വേദപുസ്തകത്തിന് നിരക്കുന്നൊരു കാര്യമല്ല. കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, തെറ്റലിസ്റ്റായി കർത്താവ് മുഴുവൻ ഫിനിഷ് ചെയ്തു. നമ്മുടെ നാട്ടിലൊരു പറച്ചിലില്ലേ, താൻ പാതി ദൈവം പാതി എന്ന്. എന്നാൽ അങ്ങനല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഞാൻ മുഴുവനും ദൈവം മുഴുവനും. കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ കൃപയാൽ തന്നെ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി മുഴുവനായി ഏൽപ്പിച്ചു തന്നെങ്കിൽ അത് നമുക്ക് അനുഭവിക്കാൻ നമ്മളെ തന്നെ മുഴുവനായി കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ കൃപ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. മനസ്സുകൊണ്ടൊരാശയത്തെ അംഗീകരിച്ച് ചില കർമ്മങ്ങൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ട് മാത്രം നമുക്ക് അത് അനുഭവമാക്കാൻ കഴിയുകയില്ല. നമുക്ക് ഈ സുവിശേഷത്തെ വിശദീകരിക്കേണ്ടല്ലോ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രസക്തമായ ആ പോയിന്റ് അത് ഞാൻ പറഞ്ഞ് ഞാൻ ഇനി എല്ലാവർക്കും സംസാരിക്കാൻ അവസരം വേണമല്ലോ. തീർച്ചയായിട്ടും. അതായത് കർത്താവ് കാൽവരി ക്രൂശിൽ ആ പ്രൊവിഷൻ നമുക്ക് തന്നു കഴിഞ്ഞു, പൂർണ്ണമായിട്ടും അത് തീർത്ത് കഴിഞ്ഞു. പക്ഷേ അതൊരു പ്രോസസ്സാണ്. നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മുഴുവനുമായിട്ടും ചെയ്യണം എന്നുള്ളൊരു എന്ന് പറഞ്ഞാൽ അവിടുത്തെ മരണത്തോട് ഏകീഭവിക്കണം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഗലാത്യർ 2:20, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു സമർപ്പണം നമ്മുടെ ഭാഗത്ത്. ഞാൻ മുഴുവനും കർത്താവിനെ എന്നെ ഏൽപ്പിക്കുന്നു. ദേഹവും ദേഹി ആത്മാവും എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിനായുള്ള ആ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അനുഭവമാണ് രക്ഷയിൽ നമ്മൾ അനുഭവിക്കേണ്ടത്. ഞാൻ സാറിന് ഇങ്ങനെ പറയാറുണ്ട്, കർത്താവിനെ ഏറ്റു എന്നുള്ളതിനേക്കാൾ, കർത്താവിനെ ഇങ്ങോട്ട് എടുത്തു എന്നുള്ളതിനേക്കാൾ
നമ്മളെ തന്നെ കർത്താവിന് കൊടുത്തു എന്ന് പറയുന്നതാണ് അതെ, യഥാർത്ഥത്തിൽ സുവിശേഷത്തോടുള്ള പ്രതികരണം. അതെ അതെ. സജിത്തിനോട് അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ ചോദിക്കാം. ഈ ദിവസങ്ങളിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹം ഒരു വിവാദ പുരുഷനാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് വിവാദമായിട്ട് തോന്നുന്നില്ലായിരിക്കും. അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യം അദ്ദേഹം പറയുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, പ്രത്യേകിച്ച് ഇവിടെ എന്നെ കേൾക്കുന്ന ധാരാളം പ്രേക്ഷകർക്കും ഈ ചോദ്യം മനസ്സിലുണ്ടായിരിക്കും. രക്ഷ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലായി നമ്മുടെ എല്ലാ പാപങ്ങളും കർത്താവ് നമ്മളോട് ക്ഷമിച്ച് നമ്മളെ രക്ഷിച്ചുവെങ്കിൽ പിന്നീട് ഇനി ഭാവിയിൽ ചെയ്യാൻ സാധ്യതയുള്ള പാപങ്ങളൊന്നും അത് കണക്കിടുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒരു കാഷ്വലായിട്ടും കെയർലെസ് ആയിട്ടും, അല്ലെങ്കിൽ ഇന്ന് കേൾക്കുന്നൊരു വാക്കാണ്, ഒരു ലൈസൻസായി പോകുന്നില്ലേ നമ്മൾ ഈ പറയുന്ന കൃപ എന്നൊരു ചോദ്യം അനേകർക്കുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ബ്രദർ അതിനെപ്പറ്റി എന്തോന്ന് പറയും? ഫസ്റ്റ് ഓഫ് ഓൾ, ഹാർവസ്റ്റ് ടിവിയിലൂടെ പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാരെല്ലാം തികച്ചും ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ദൈവപുരുഷന്മാരാണ്. പ്രത്യേകിച്ച് സാമിഷാൻ ചോദിച്ച ആ വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള എൻ്റെ എക്സ്പ്ലനേഷൻ ആൻസർ, പ്രവൃത്തിയാലല്ല കൃപയാലാണ് രക്ഷ എന്ന വിഷയത്തിൽ ഞാൻ അടിയുറച്ച് തന്നെ നിൽക്കുന്നു. എൻ്റെ ഒരു പ്രവൃത്തിയാലും അല്ല, കർമ്മമാർഗത്താലല്ല, വിശ്വാസമാർഗത്താൽ തന്നെ. വിശ്വാസമാർഗത്താൽ രക്ഷ പ്രാപിച്ച ശേഷം രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണ്ടേ? അതാ എനിക്ക് തോന്നുന്നു, അതായിരിക്കും അല്ലേ? ഓക്കെ. വിശ്വാസമാർഗത്തിൽ ഒരു വ്യക്തി രക്ഷ പ്രാപിച്ച ശേഷം ഒരു വ്യക്തി ആ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നെങ്കിൽ ആ പ്രവർത്തിക്കുന്നത് ആ വ്യക്തിയിൽ വന്ന യേശുവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനം അവനിൽ വന്ന കൃപയാലാണ് ആ വ്യക്തിയിൽ സംഭവിക്കുന്നത്. വർക്കിംഗ് ഫോർ ദ സാൽവേഷൻ അല്ല. സാൽവേഷൻ ഈസ് കംപ്ലീറ്റ്, അത് അതിൽ തന്നെ പൂർണ്ണമാണ്. എന്നാൽ ആ പൂർണ്ണമായ രക്ഷ എന്നിൽ വിശ്വാസത്താൽ വന്നു. വിശ്വാസം തന്നെ കേൾവിയാലും ഉണ്ടാകും. കേൾവി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം. ദൈവം തന്റെ വചനത്തെ അയച്ച് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തതാണ് വിശ്വാസം, അല്ലാതെ എൻ്റെ എഫോർട്ടല്ല വിശ്വാസം. അപ്പോൾ അങ്ങനെ എനിക്കിത് കിട്ടിയെങ്കിൽ ഇനി കംപ്ലീറ്റ് ഇതിനകത്ത് എന്തെങ്കിലും പ്രവർത്തനം വരുന്നുവെങ്കിൽ അതൊരിക്കലും എനിക്കതിൽ ബൂസ്റ്റ് ചെയ്യാനില്ല. വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ ആണല്ലോ. എൻ്റെ രക്ഷയിൽ എനിക്ക് പ്രശംസിപ്പാൻ വകയില്ല. അത് ഞാനല്ല, എന്നിലിരിക്കുന്ന ക്രിസ്തു അത്ര. അത് എൻ്റെ വർക്കായിട്ട് തോന്നുന്നത് നമ്മുടെ വർക്കിന്റെ പരിമിതി അറിയാത്തതുകൊണ്ട്. ഓക്കെ, സാജു അതിനെ പറ്റി എന്ത് പറയുന്നു? സജിത്ത് പറഞ്ഞ അതിൻ്റെ ആദ്യത്തെ പോയിന്റ് കറക്റ്റാണ്. അതെന്നാന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മളിലേക്ക് യേശു കർത്താവ് പ്രവേശിച്ച് നമ്മിൽ വസിക്കുകയാണ്. ശരിക്കും യേശു പറഞ്ഞ ഒരു വാക്ക് എന്നെ ഒത്തിരി സ്വാധീനിച്ചത്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യുന്നില്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ ചെയ്തതൊന്നും യേശുവിൻ്റെ പ്രവൃത്തിയല്ല, പിതാവിൻ്റെ പ്രവൃത്തിയാണ്. പക്ഷെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ യേശു എന്നിൽ വസിച്ചുകൊണ്ട് യേശുവിൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. അപ്പം ആ ഒരു ആസ്പെക്റ്റ് കറക്റ്റാണ്. വാട്ട് യു സെഡ്, ഇറ്റ് ഈസ് ട്രൂ. പക്ഷേ ഇതിനകത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, യേശു പിതാവ് അവനിൽ പ്രവർത്തിക്കാനായിട്ട് നിരന്തരം തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു എന്നതുപോലെ നിരന്തരമായിട്ട് ദൈവം എന്നിൽ പ്രവർത്തിക്കേണ്ടതിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട്. തിരുത്തോം സാർ പറഞ്ഞ കാര്യം അതാണ്. അപ്പോൾ മനുഷ്യൻ്റെ റെസ്പോൺസിബിലിറ്റിയെ ഒരിക്കലും ഇത് ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇല്ലാതെയാക്കുന്നില്ല ടോട്ടലി. അതുകൊണ്ടാണ് സാറ് പറഞ്ഞ എന്താണ്, താൻ പാതി ദൈവം പാതി അല്ല. ദൈവം നമുക്ക് വേണ്ടിയുള്ള മുഴുവനും ചെയ്തു. അതേപോലെ നമ്മൾ 100%. ഞാൻ എല്ലായ്പ്പോഴും പരിശ്രമിക്കുന്നത്, എനിക്ക് കൃപയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ടീച്ചിങ്സിനകത്ത്, വേദപുസ്തകത്തിൻ്റെ ടീച്ചിങ്സിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിക്കുന്ന ഒരു കാര്യം ഇതാണ്. കാര്യം എനിക്ക് ചെയ്യാനുള്ള എൻ്റെ പരിമിതി. ഇപ്പം സജിത്ത് പറഞ്ഞ വാക്ക് വളരെ കറക്റ്റാണ്. എനിക്ക് ഒത്തിരി പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതിക്കുള്ളിൽ ദൈവം എപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ചോയ്സിനെ ദൈവം എടുത്തു കളയുന്നില്ല. പക്ഷെ എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനെ എന്നിൽ ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്ന ചോയ്സാണ് എൻ്റെ ചോയ്സ്. പിന്നെ ഒരു പരിധി വരെ എനിക്ക് വേണ്ടി ചൂസ് ചെയ്യുന്നത് പോലും യേശുവാണ്. പക്ഷേ ഞാൻ മരിക്കുന്നത് വരെയും എപ്പോൾ വേണമെങ്കിലും ഈ ചോയ്സ് എനിക്ക് തിരിച്ചെടുക്കാമെന്നാണ് എൻ്റെ ചിന്ത. അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റ് കാൽവിനിസവും അർമീനിയസും ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാൽവിനിസവും അർമീനിയസും അതിനെക്കുറിച്ച് തന്നെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരു മെസ്സേജിനകത്തും ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ അടുത്തുള്ള.
അപ്പം കാൽവിൻ വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ്, ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റില്ല. പക്ഷെ അർമീനിയസ് ഒട്ടും ബുദ്ധി കുറഞ്ഞ ആളും അല്ല. കാര്യം കാൽവിൻ്റെ മരുമകൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു അർമീനിയസ്. അപ്പോൾ അവർ ഒത്തിരി വർഷങ്ങൾ കാൽവിനിസത്തിൻ്റെ കൂടെ നടക്കുകയും കാൽവിനിസത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അർമീനിയസ് കാൽവിനിസത്തെ 100% എതിർക്കുകയും അല്ല ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്തെ ഒരു പ്രോബ്ലം അടിസ്ഥാനപരമായി കാൽവിനിസത്തിനുള്ള ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ അകത്തുള്ള ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തന്നോടെ, കാരണം ആ ടോപ്പിക് നമ്മൾ സച്ചിൻ പറഞ്ഞ ആ മേഖലയ്ക്കകത്ത് എനിക്കുള്ള ഒരു ജസ്റ്റ് ഒരു കോൺഫ്ലിക്റ്റ് ഒന്നും അല്ല, ദർ ഇസ് നോ കോൺഫ്ലിക്റ്റ്, വിയോജിപ്പ്. വെദർ ഇറ്റ്സ് മീ ഓർ ക്രൈസ്റ്റ്, ഞാനാണോ അതോ എങ്കിൽ ക്രിസ്തുവാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമല്ല ഇതിനെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിനെ എൻ്റെ ലൈഫ് എന്നല്ലേ വിളിക്കണ്ടേ. നേരത്തെ എന്തായിരുന്നു, സാൽവേഷൻ ഞാൻ അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ്, രക്ഷ ഞാൻ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ ആകാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോഴും ഞാനിവിടെ വന്നിട്ട് ആകാൻ ശ്രമിക്കുന്നെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അന്നും ഇന്നും? ഇവിടെ സച്ചിൻ പറഞ്ഞപ്പോൾ പോയിന്റ് ഔട്ട് ചെയ്ത് അതേ ചിന്ത തന്നെ, അതിൻ്റെ അകത്ത് വ്യത്യസ്തതയൊന്നുമില്ല. ഇവിടെ ഐ എം അലൗവിങ് ജീസസ്, ഞാനിവിടെ യേശുവിനെ അനുവദിക്കുകയാണ് ടു കൺട്രോൾ മീ. സോ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നെങ്കിലും പൗലോസ് പറയുന്നത് ഞാൻ ഓടിയെന്ന് പറയാനില്ല. ഓടിയത് അവൻ്റെ കൃപയല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരമാണ് ഞാൻ സകലത്തിലും ചെയ്തത്. സോ എവ്രി ഡേ ഐ എം ട്രസ്റ്റിംഗ് ഇൻ ഹിസ് കൈൻഡ്നസ് ഓർ ഇൻ ഹിസ് ഗ്രേസ് എന്നുള്ള ഒരാശയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഇതിനകത്തൊരു പ്രത്യേകത, ഇപ്പം ജോസഫ് പ്രിൻസിൻ്റെ ചിന്തകളിലാണെങ്കിലും പലപ്പോഴും ഇവിടെ നമ്മൾ ജോസഫ് പ്രിൻസിൻ്റെ എന്നെ സംബന്ധിച്ച് ഞാൻ മുമ്പേ ടു ബി വെരി ഫ്രാങ്ക്, ജോസഫ് പ്രിൻസിന്റെ ആശയങ്ങൾക്ക് മറുപടി പറയാനായിട്ട് എനിക്ക് ഇല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഞാനത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും നമ്മളെ കേരളത്തിലുള്ള ഗ്രേസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുടെ പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചതും വായിച്ചതും ജോസഫ് പ്രിൻസിന്റെ ആയതുകൊണ്ടാണ് ഞാൻ ജോസഫ് പ്രിൻസിന്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാനത് ജോസഫ് പ്രിൻസിന്റെ പുസ്തകങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ച ആളാണ് ഞാൻ, ഇപ്പോഴല്ല നേരത്തെ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞത് കാശ് കൊടുത്ത് വാങ്ങിച്ചെന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ചിലപ്പോഴേ ആളുകൾ ചിന്തിക്കും, ഞാനൊരിക്കലും ജോസഫ് പ്രിൻസിനെ കോട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരാളോട് ചോദിച്ചു ജോസഫ് പ്രിൻസിനെ വായിച്ചിട്ടുണ്ടോ, വെറുതെ പറയുകയാണെന്നുള്ള നിലയിൽ. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട്. രണ്ടാമത് അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം ചാറ്റിനകത്താണ്, ഏതെങ്കിലും കൊട്ടേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ഒരു കൊട്ടേഷൻ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഏത് പുസ്തകം, എത്രാമത്തെ ചാപ്റ്റർ, എത്രാമത്തെ അധ്യായം. ഞാൻ പറഞ്ഞു ആലോചിച്ച് പറഞ്ഞാൽ മതി, വെറുതെ വിഷമിക്കുകയൊന്നും വേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ വായിച്ചിട്ടില്ല എന്നുള്ള ഒരു നിലയിലാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ പറഞ്ഞു ഇത്രാമത്തെ അധ്യായം, ഇത്രാമത്തെ ചാപ്റ്ററിൽ, ഇത്രാമത്തെ പേജിലാണ്. ഓ, അപ്പോൾ വായിച്ചിട്ടുണ്ടല്ലേ എന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബുക്ക് കോട്ട് ചെയ്യുമ്പോൾ നോർമലി ആളുകൾ ചിന്തിക്കും ഇതൊന്നും വായിക്കാതെയോ മറ്റോ അങ്ങനെ ചിലപ്പോൾ ആളുകൾ പറയുമായിരിക്കും. പക്ഷെ സാറിനെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അപ്പം ജോസഫ് പ്രിൻസ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷൻ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത് ഗ്രേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾവേസ് ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ് ഇസ് ഡൺ. അല്ലെങ്കിൽ ലോ എന്ന് അദ്ദേഹം പറയുന്ന ഇത് യു ഡു എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് ഇപ്പം സജിത്ത് പറയുമ്പോഴും നമ്മളുടെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയണമെങ്കിൽ ഇത് കാൽവിനിസത്തിലെ തന്നെ ഒരു ഉപദേശത്തിനകത്തൊരു പ്രശ്നമുണ്ടായി. ദൈവം നമ്മളെ പിടിച്ചു കൊണ്ടുപോവുകയാണ്, അല്ലാതെ ഒരു പരിധി വരെ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല എന്നുള്ളൊരു ചിന്തയാണ് കാൽവിനിസത്തിനകത്തുള്ളത്. പക്ഷേ വേദപുസ്തകത്തിൻ്റെ പ്രത്യേകിച്ച് പൗലോസിൻ്റെ ലേഖനങ്ങളോ ഏതെടുത്തു കഴിഞ്ഞാലും എല്ലായ്പ്പോഴും ദൈവം എന്തെങ്കിലും ഒന്ന് മനുഷ്യവർഗത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. രണ്ട്, ആവശ്യപ്പെടുന്ന കാര്യം ചെയ്യാനുള്ള എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള അതിനുള്ള റിസോഴ്സസിനെ കുറിച്ച് ഉള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ ചെയ്വിൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്വിൻ എന്ന് നമ്മളോട് പറയണമെങ്കിൽ യേശു ചെയ്യുന്ന കാര്യമല്ല, ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഞാൻ ചെയ്യേണ്ടതായ യേശു വന്നിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം വർക്കല്ല, ഫ്രൂട്ടാ. ഇതിനകത്ത് ഇത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ ഒരു തെറ്റിദ്ധാരണയാണിത്. വർക്കല്ല, ഫ്രൂട്ടാണെന്ന് പറയുമ്പോൾ ഫ്രൂട്ട് ഇപ്പം എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിക്കുന്നവന് ഫലം ഉണ്ടാകും. പക്ഷെ ഈ ഫ്രൂട്ട് തനിയെ ഒരിക്കലും ഉണ്ടാവില്ല. അല്ല, ഫ്രൂട്ട് തനിയെ ഉണ്ടാവില്ല, പക്ഷെ വസിച്ചാലേ ഉണ്ടാവത്തുള്ളൂ. വിത്തിൽ നിന്നേ ഉണ്ടാവുള്ളൂ. വിത്തിൽ നിന്ന് തന്നെയല്ല, വിത്തിൽ നിന്ന് നല്ല ഫ്രൂട്ട്. വിത്തല്ല ഇതിനകത്തെ വിഷയം എന്ന് പറയുന്നത്. ഇപ്പം
ഇവിടെ നമ്മുടെ ശരിയായിട്ടുള്ള ഉദാഹരണം വിത്തല്ല. ശരിക്കും വേദോത്സവം പഠിപ്പിക്കുന്ന അനുസരിച്ച് നമ്മൾ വി ആർ ഗ്രാഫ്റ്റഡ് ടു ജീസസ് ക്രൈസ്റ്റ്. രണ്ടാശയങ്ങളും ഉണ്ടല്ലോ ഇവിടുത്തെ കാര്യം എന്നിൽ വസിപ്പിക്കും. ജോൺ 15 പറയുമ്പോൾ യു ആർ ഗ്രാഫ്റ്റഡ്, ബട്ട് അതേ ജോൺ എപ്പിസ്റ്റൽ ഓഫ് ജോണിൽ പറയുമ്പോൾ സീഡ് അവനിൽ വീണിരിക്കുന്നു. the very seed of God that remains in you. അവന്റെ ക്യാരക്ടറിനെ കുറിച്ച് സീഡ് അവന്റെ ക്യാരക്ടറാണ്. ഇപ്പം ജോൺ 15 dwell in me, I will dwell in you. അതേ ജോൺ തന്നെ എപ്പിസ്റ്റൽസിൽ പറയുമ്പോൾ you can dwell in Christ. Why? Because the seed is remained in you. അതുകൊണ്ട് അവനിൽ വസിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. സീഡ് ഉള്ളത് കൊണ്ട് അവനിൽ, സീഡ് ഉള്ളത് കൊണ്ടേ അവനിൽ വസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ഇത് അതായത് എന്നില് വീണിരിക്കുന്ന വിത്ത് ദൈവത്തിന്റെ വിത്ത് ആയത്. ഇപ്പൊ പറഞ്ഞ പോയിന്റ് കറക്റ്റാ. വിത്ത് ഉണ്ടെങ്കിലേ അവനിൽ വസിക്കാൻ പറ്റുള്ളൂ. എന്റെ ശ്രമത്താൽ എനിക്ക് പറ്റത്തില്ല. ഐ ഹാവ് ടു ട്രസ്റ്റ് ഇൻ ഹിസ് ഗ്രേസ്. അവന്റെ കൃപയിൽ എനിക്ക് ആശ്രയിച്ചേ പറ്റുള്ളൂ. അപ്പോ വസിക്കുക എന്നതിന്റെ പ്രസക്തി എന്താ? വസിക്കുന്നത് പോലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ വർക്ക് എന്ന് പറയുന്ന ഒറ്റ ഫാക്ടർ സാധാരണ മനസ്സിലാവുന്ന വർക്ക് എന്ന് പറയുന്ന വസിക്കുക എന്ന് പറയുന്ന ഫാക്ടർ പോലും ഗ്രാഫ്റ്റഡ് us into this. അതുകൊണ്ടാണ് അവൻ എന്നിൽ വസിക്കാൻ എന്നെ അവിടുന്ന് ആക്കി വെച്ചത് കൊണ്ടാണ് ഞാൻ അവനിൽ വസിക്കുന്നത്. ഓക്കെ, പക്ഷെ എന്നിൽ വസിപ്പീൻ എന്ന കമാൻഡിന്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്യാനുള്ള ഒന്നുമില്ലേ? അല്ല, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാനുള്ള ഒന്നുമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അല്ല, കർത്താവ് വസിക്കുന്നതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാജു ബ്രദർ പറഞ്ഞത് വസിക്കാൻ കമാൻഡിന്റെ ആവശ്യം വരികയല്ലോ. ഇപ്പൊ there is a command to be obeyed. വസിക്കാൻ കമാൻഡ് തരുന്നതിന് മുമ്പ് ഇപ്പൊ ജോൺ 15 പഠിക്കുമ്പോൾ ജോൺ 14 പഠിക്കണമല്ലോ. ജോൺ 15 പഠിക്കുമ്പോൾ ജോൺ 14 പഠിക്കണമല്ലോ. ജോൺ 14 ഈ വിഷയം വെൽ എക്സ്പ്ലെയിൻഡ് ആണ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയത്തില്ലായിരുന്നു. സോ ഞാൻ വസിക്കുന്ന വാസസ്ഥലത്തെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു, മനുഷ്യസിനെ ഉണ്ടാക്കാൻ പോകുന്നു. ഇതിന്റെ എക്സ്പ്ലനേഷൻ ജോൺ 15. അല്ല, ജോൺ 14 ഒക്കെ അങ്ങനെ പെട്ടെന്ന് ലാഘവത്തോടെ പറഞ്ഞ ആ ആശയത്തിൽ മാത്രം പറഞ്ഞു വിടാനുള്ളതല്ല. അതിലൊക്കെ വളരെ വളരെ അത് വളരെ വളരെ ആഴമായ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. അതെല്ലാം പറയാനല്ല ഈ വിഷയവുമായുള്ള ബന്ധം. ഇപ്പം ഒന്ന് നമ്മൾ യോഹന്നാൻ്റെ ലേഖനം പറഞ്ഞല്ലോ, 1 യോഹന്നാൻ 5:12-13 വായിക്കുമ്പം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കും. സാത്താൻ അവനെ തീർന്നില്ല. അപ്പം നമ്മൾ വസിക്കുക എന്ന് പറയുന്നത് അല്ല, തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദൈവമല്ല, ദൈവം സൂക്ഷിക്കുന്നതല്ല, തന്നെത്താൻ സൂക്ഷിക്കുന്നു. തന്നെത്താൻ സൂക്ഷിക്കാൻ എനിക്കുള്ള എബിലിറ്റി എന്റെ ജീവൻ യേശുവിൽ മറഞ്ഞിരിക്കുന്നു. അത് ശരിയാണ്. അവിടെ ഒരു കാറ്റ് തിയോളജി അല്ല. മുമ്പേ സജിത്ത് പറഞ്ഞതുപോലെ പൂച്ചയുടെ കുഞ്ഞ് പട്ടിയുടെ അടുത്ത് ചെന്നാലും കുഴപ്പമൊന്നുമില്ല, പട്ടി എടുക്കത്തൊന്നും. പേഴ്സണൽ ടോക്കിൽ സൈസാറിനോട് ഞാൻ പറഞ്ഞപ്പം കാൽവിനിസോ അർമീനിസോ കാറ്റ് തിയോളജിയോ മങ്കി തിയോളജിയോ ഈ ആശയങ്ങളൊന്നും തിയോളജിൻസിന്റെ ഇടയിൽ പോലും ഇതുവരെ ഡെഫിനിഷനോ ഉത്തരം കണ്ടെത്തിയിട്ടില്ല. അത് ആശയം അതിപ്പോ അരമണിക്കൂർ കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ നമ്മൾ അതിന് ആൻസർ എടുക്കും എന്ന് പറഞ്ഞാൽ അതൊന്നും ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമ്മളിപ്പം ഇങ്ങനെ പറഞ്ഞു പോയാൽ എനിക്ക് തോന്നുന്നത് അപ്പം നമ്മളിപ്പോൾ ഈ രക്ഷയുടെ 3 ഘട്ടങ്ങളുണ്ട്. ഇപ്പം സാംബാസ് എന്നോട് ആദ്യം ചോദിച്ചത് ഞാൻ ആ വാസ്തവത്തിൽ അതാണ് ഞാൻ അതും കൂടെ പറയണമായിരുന്നു, എങ്കിലും മറ്റുള്ളവരും കൂടെ പറയട്ടെ എന്ന് കണ്ടാൽ ഞാൻ സ്വയം നിർത്തിയത്. 3 ഭാഗങ്ങളുണ്ടല്ലോ രക്ഷയ്ക്ക്, 3 ഘട്ടങ്ങളുണ്ടല്ലോ. ഫിലിപ്പ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു ഫിനിഷ്ഡ് വർക്ക് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ തന്നെ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു നിങ്ങൾ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. പത്രോസിന് 1-ാം വർക്കിംഗ് ഔട്ട്. പിന്നെ 1 പത്രോസ് പറയും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലുള്ള പ്രവേശനം ധാരാളമായി. രക്ഷയുടെ 1-ാം ഘട്ടം സമ്പൂർണ്ണമായുള്ള സമർപ്പണത്തിന് ഫലമായി നമുക്ക് ലഭിക്കുന്ന ആ സമ്പൂർണ്ണമായ സമർപ്പണത്തിൽ നമ്മൾ നിലനിൽക്കണം. സാർ, അതിൻ്റെ അകത്തൊരു ഒരു മേജർ തിങ് ഈ ചർച്ചയ്ക്ക് ഫൗണ്ടേഷൻ ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞു 2 ഇസങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിലുണ്ട്, കാൽവിനിസോ അർമീനിയസോ. ഇപ്പൊ സാറ് പറയുന്ന അർമീനിയസത്തിന്റെ ഡോക്ട്രിൻ ഞാൻ ഫോളോ ചെയ്യണമെന്നില്ല, ഞാനത് ബിലീവ് ചെയ്യുന്നില്ല. രക്ഷയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് കർത്താവ് ചെയ്തു, ബാക്കി 2 എന്റെ കയ്യിലാണെന്നുള്ള ആശയത്തെ ഞാൻ ബിലീവ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ബ്രദർ സജിത്ത്, മറ്റേ 2 ഘട്ടവും എൻ്റെ കയ്യിലാണെന്നല്ല അർമീനിയനിസം എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാൽവിനിസം അർമീനിയനിസം തമ്മിൽ അടിസ്ഥാനപരമായിട്ട് പറയുമ്പോഴത്തേന് ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. ചെറിയ അപ്പം സാജു മാത്യു പറഞ്ഞപ്പോൾ അത് പറഞ്ഞല്ലോ, അവരടുത്ത ആളുകളായിരുന്നു അന്ന്. അപ്പം എന്നിലിരിക്കുന്നു എന്നല്ല, ഞാൻ പിന്നെ കൊണ്ടു നടക്കണമെന്നുമല്ല. ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കണം, അവനിൽ വസിക്കണം.
വസിച്ച് കഴിയുമ്പോൾ ഫലം കഴിക്കും. ഏൽപ്പിച്ചു കൊടുക്കണ്ടെന്നോ സബ്മിറ്റ് ചെയ്യണ്ടെന്നോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതും അവന്റെ കൃപയാണ്. എന്റെ പ്രയത്നം കൊണ്ട് എനിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് രക്ഷ പ്രാപിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. യേശുവിന്റെ ആവശ്യമില്ല, ഞാൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഇന്ന് എനിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നത് അവൻ എന്നിലുള്ളത് കൊണ്ട്. അത് തീർച്ചയാണ് സംഭവിച്ചു. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഇതിന്റെ ജോസഫ് പ്രിൻസിന്റെ ഡെസ്റ്റൈൻഡ് റെയിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ 4th പേജിലാണ്. ഡെസ്റ്റൈൻഡ് റെയിൻ മറ്റേ എന്റെ അൺമെറിറ്റഡ് ഫേവറിന്റെ ഉണ്ട്. അൺമെറിറ്റഡ് ഫേവർ ഇത് തന്നെയാണ്, സെയിം കാര്യമാണ് പറയുന്നത്. വി ആർ ഡ്രിവൺ ടു ഡു ഫോർഗെറ്റിംഗ് ദാറ്റ് ക്രിസ്ത്യാനിറ്റി ഈസ് ആക്ച്വലി ഡൺ. ഇതാണ് ജോസഫ് പ്രിൻസിന്റെ അതേ വാചകം തന്നെ ഞാൻ ആ ബുക്കിനകത്തുനിന്ന് വായിച്ചതാണത്. അപ്പം ഇവിടുത്തെ നമ്മൾ ഓർക്കേണ്ട കാര്യം കൃപ എന്ന് പറയുന്നത് ഇത് ഡു ആണ്, ഡൺ അല്ല. നോ അല്ല. അതായത് ഗ്രേസ് ഡസൻ ഡു അവേ വിത്ത് ബിബ്ലിക്കൽ വെർച്യൂ ഓഫ് ഹാർഡ് വർക്ക്. ഒരിക്കലും നമ്മളുടെ വർക്കിനെ വില കുറച്ചതായിട്ട് ഒരിക്കലും വേദോസം പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഇവിടുത്തെ ഒരു കാര്യം, ദ ബൈബിൾ ടെൽസ് അസ് ടു ഡു ബിക്കോസ് ത്രൂ ക്രൈസ്റ്റ് റിഡംപ്റ്റീവ് വർക്ക് ഓൺ ദ ക്രോസ് ഇറ്റ് ഈസ് ഡൺ. അത് യേശു കർത്താവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡു എന്ന് പറയുന്ന എൻ്റെ ഭാഗത്ത് ഇല്ലെന്നാണ് ജോസഫ് പ്രിൻസ് പറയുന്നത്. അങ്ങനെയല്ല. ഫ്രം ക്രൈസ്റ്റ് പാർട്ട് ഇറ്റ് ഈസ് ഡൺ ആൻഡ് ഫ്രം മൈ പാർട്ട് ഐ നീഡ് ടു ഡു വിത്ത് ഇൻ ഗ്രേസ്. ഓഫ് കോഴ്സ് അവിടെ ആ പോയിന്റിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. സീ ഫ്രം മൈ പാർട്ട് ഐ ഹാവ് ടു ഡു സംതിങ്. ഐ ആം ഡൂയിങ് by the grace of God. That's okay. That means what? It's not me but Christ in me. അതാരും എതിർക്കുന്നില്ല. ആശയമേ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ജോസഫ് പ്രിൻസിന്റെ ബുക്കിന് ഞാൻ പറഞ്ഞല്ലോ 6 months മുമ്പാണ് ജോസഫ് പ്രിൻസ് എന്ന് പറയുന്ന ആളെ മീറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ബുക്കും വായിച്ചിട്ടില്ല. ഡെസ്റ്റിൻ ടു റെയിൻ എന്നൊക്കെ പറഞ്ഞ ഒരു ബുക്ക് ഉണ്ടെന്ന് തന്നെ എന്റെ സ്നേഹിതർ പറഞ്ഞ ഞാൻ അറിയുന്നത്. ഞാൻ വായിച്ചിട്ടില്ല. Sajid, we don't identify you with Joseph. You are yourself. And Joseph Prince is Joseph Prince. ജോസഫ് പ്രിൻസിനെ കുറിച്ച് ഞാൻ പറയാനുള്ള കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. കാര്യം ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി കുറച്ച്, അതായത് എനിക്ക് ഡീൽ ചെയ്യേണ്ടി വന്നവരെല്ലാം ജോസഫ് പ്രിൻസിന്റെ ബുക്കുമായിട്ട് വെച്ചാണ് എന്നോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ ജോസഫ് പ്രിൻസിനെ പഠിച്ചിരിക്കുന്നത്. എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നു എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ ഒരു ആശയം, അതിന് എക്സ്പ്ലനേഷൻ ആൻസർ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കേരളത്തിന്റെ കോണ്ടെക്സ്റ്റില് കൂടുതലും സജിത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ ആശയങ്ങൾ ഇപ്പൊ പറഞ്ഞപ്പം രണ്ടുപേരും പറയുന്നത് ഒരുപോലെ ആയി പോകുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് പിന്നെ എൻ്റെ ഒരു ചോദ്യം ഇതിനകത്തുള്ളത്, ഈ രക്ഷ നഷ്ടപ്പെടത്തില്ല എന്നുള്ളത്. അതെ, അത് തൽക്കാലം ഇതിനകത്തുള്ള വിഷയം പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. പണ്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തില്ല. അന്ന് എനിക്ക് ഈ കർത്താവ് ഉള്ളി വന്നിട്ടില്ലായിരുന്നു. അത് ഇന്ന് എനിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നു. അത് കർത്താവ് ഉള്ളി വന്നോണ്ട്. അതെ, റോമൻ ചാപ്റ്റർ 6 അത് കറക്റ്റ് ആണല്ലോ. പക്ഷെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പം we have to grow in the knowledge. No, we are growing. പക്ഷെ നമ്മൾ അവിടെ yield yourself, your bodies ഈൽഡ് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ശരീരങ്ങളെ ആകയാൽ റോമൻ 6 തുടങ്ങുമ്പോൾ പറയാണ്, പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്നവരാ നിങ്ങൾ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരങ്ങളെ മോഹങ്ങളെ അനുസരിച്ച് മാറി ഇനി വാഴരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കും. Why? You are dead to sin and alive to God. That's why. ആകയാൽ റോമൻസ് 2 തുടങ്ങും പറയാം, കൃപ വരേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നാൾ വരുത് പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്ന അങ്ങനെ. No, we are dead to sin. ഇവിടുത്തെ പ്രശ്നം ഒറ്റ വാക്കിൽ ഞാൻ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ, സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട് സ്വർഗം ഭൂമിയിൽ സ്ഥാപിക്കാൻ അയക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന ബോധ്യം വ്യക്തികൾക്കില്ല. കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പിന്റെ അത് പറയുന്നുണ്ട്. ആ മെസ്സേജ് ഞാൻ കേട്ടു. സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിട്ട് സ്വർഗം ഭൂമിയിൽ സ്ഥാപിക്കാൻ അയക്കപ്പെട്ടവരാണ് നാം. വി ആർ ഡെഡ് ടു സിൻ എന്ന ആശയം പ്രീച്ച് ചെയ്യാത്തതുകൊണ്ടാണ് സിൻ കോൺഷ്യസ് ഇന്ന് ഭയങ്കരമായിട്ടിരിക്കുന്നത്. We are actually born again people. They are dead to sin. പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്നവരാ. According to chapter 6 Romans. അപ്പൊ ആ കോണ്ടെക്സ്റ്റില് സമർപ്പിപ്പീൻ എന്ന് പറയുമ്പോഴേ ആദ്യം പറയുന്നുണ്ട് ആകയാൽ ഇതാണ് നിങ്ങൾ. This is your stage. Sajid, may I put in a word?
നിങ്ങളുടെ മരിപ്പിപ്പീൻ എന്നും പറയുന്നുണ്ട്. ആ മരിപ്പിപ്പീൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി മരിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ മരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അത് 6:10. 6:10 എങ്ങനെയാ മരിപ്പിപ്പി? അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരുന്നതാ എന്റെ പാപസംബന്ധമായ മരണം. ക്രിസ്തു മരിച്ചത് പാപസംബന്ധമായി 6:10 റോമൻ 6:10. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിൽ ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുമ്പോൾ യു ആർ ഗ്രോയിങ് ഇൻ ദ നോളജ് ദാറ്റ് യു ആർ ഡെഡ് ടു സിൻ. You are dead to sin. You are dead to sin. അതേസമയം you have to kill the dead. നിങ്ങളുടെ അവയവങ്ങളെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ ഈ പറഞ്ഞ വാക്കല്ല, കൊലോസിയൻസ് ചാപ്റ്റർ 3 വാക്യമാണ് സാർ പറഞ്ഞത്. ഇവിടെ ഉണ്ട്. ഇത് നിങ്ങളുടെ അവയവങ്ങളെ, ശരീരങ്ങളെ പോലുമല്ല. ഞാനത് ഈ റോമാലയത്തിൻ്റെ ഒരു ക്ലാസ് എടുത്തപ്പോൾ അത് ഗ്രീക്കിലെ വാക്കുണ്ട്. അവയവങ്ങളെ 6:13 നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. അത് ഒരു ലംസം സമർപ്പണമല്ല ഇവിടെ പറയുന്നത്. അതിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു സാറിന് റോമൻസിന്റെ ആ ടീച്ചിങ്ങിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട് സാർ. ഞാനത് കേട്ടിട്ടുണ്ട്. റോമൻ 6 തോമസ് സാറ് പറയുന്ന ആശയമാണോ റോമൻ 6:12 തുടങ്ങുന്നത്? അല്ല, ഇതിനകത്ത് ഞാനിപ്പോ അല്ല, റോമൻ 6:12 വായിച്ചേ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറിനി വാഴരുത്. വാഴുകയില്ലല്ലോ എന്നല്ല, വാഴരുത്. കാരണം എന്തുകൊണ്ട് വാഴരുത്? 6:2 വാഴാൻ സാധ്യത ഉള്ളത് കൊണ്ട്. 6:2 പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അത് ജീവിക്കുന്നത് എങ്ങനെ? We are dead to sin. പാപസംബന്ധമായി മരിച്ചവരാണ്. You have to grow in the knowledge. ബ്രദർ സജിത്ത്, അങ്ങനെ വളരുമ്പോൾ ആ വളർച്ചയിലാണ് ഈ പറഞ്ഞ അവയവം വെപ്പൺസ് ഓഫ് റൈച്ചസ്നെസ് ആയി മാറുന്നത്. അപ്പൊ വെപ്പൺസ് ഓഫ് വിക്കഡ്നെസ് become weapons of righteousness. അപ്പൊ പിന്നെ എണ്ണേണ്ട ആവശ്യം വരുന്നില്ല, മരിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഉള്ളതുകൊണ്ടല്ലേ എണ്ണമേ. അങ്ങനെയാണ്. സോ കൗണ്ട് യുവർ സെൽഫ്. നിങ്ങളെ അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. I have to on a daily basis commit myself. I have to kill that that evil എന്നിലുള്ള പാപ പ്രകൃതം തലയെടുക്കുമ്പോൾ ഞാൻ അതിനെ ആത്മാവിനാൽ ഭരിപ്പിക്കണം. Respected pastor, let me ask you one question. How you kill? It is by the spirit. അതാണ് റോമൻസ് 8. It is by the spirit. Romans 8. What I'm trying to explain is that's what the point. 8-ാം അധ്യായത്തിൽ വളരെ ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട്. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിൽ ഞാൻ പ്രവർത്തിച്ച് മരിപ്പിക്കുക. I am allowing the Holy Spirit to control. ആത്മാവിനാൽ മരിപ്പിക്കണം എന്ന് പറയുമ്പോൾ ആത്മാവിനാൽ മരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ I am allowing the Holy Spirit എന്നാണോ ആശയം, അതോ ഞാൻ മരിപ്പിക്കണമെന്നാണോ? തീർച്ചയായിട്ടും അതിനകത്ത് ഒറ്റ വിഷയമുള്ളത്. ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു മൂന്നാമതൊരാൾ കേട്ടുകൊണ്ടിരുന്നാൽ ഇപ്പം സൈത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിരിക്കുന്നു, അതൊന്നും തെറ്റുമല്ല, കാര്യം എല്ലാം വചനത്തിലുള്ളതാണ് പറഞ്ഞത്, വചനത്തിൽ പുറത്തുള്ളതൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരാളൊരു കൺക്ലൂഷനിലേക്ക് വരുന്നത് എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, എല്ലാം കൃപ ചെയ്തോളും, ദൈവാത്മാവ് ചെയ്തോളും, എനിക്കൊന്നും ചെയ്യാനില്ല എന്നൊരു വ്യൂവേഴ്സിനോട് വ്യക്തമായിട്ട് ഈ വചനത്തിന്റെ ബേസിസിൽ നിന്നുകൊണ്ട് ഒരു കൺക്ലൂഷൻ പറയാൻ ആഗ്രഹിക്കും. ആ കൺക്ലൂഷൻ ഇതാണ്: രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. രക്ഷ എന്ന ദൈവത്തിന്റെ ദാനം നിങ്ങൾക്ക് ലഭിച്ച ശേഷം രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ വർക്കിംഗ് ഫോർ ദ സാൽവേഷൻ എന്ന ഫസ്റ്റ് പീറ്ററിലെ ആശയം പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുള്ള കൃപയാണ്. അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്കില്ല. പ്രശംസിപ്പാൻ യാതൊരു വകയോ അതിൻ്റെ അകത്തില്ല. ചെയ്യാൻ പറ്റുമോ? ഞാൻ ഓടിയെന്ന് പറയാനില്ല, അവൻ്റെ കൃപ എന്നെ ഓടുമാറാക്കിയെന്നേ പറയാനുള്ളൂ. 100% വി ഹാവ് ടു ഡു സംതിങ്. ദാറ്റ് ഡു എന്ന് പറയുന്നത് യേശു എന്നിൽ ഇരുന്ന് ചെയ്യുകയാണെന്ന് മാത്രമേ പറയൂ. യേശു എന്നിൽ ഇരുന്ന് ചെയ്യുന്നതിനകത്ത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഭാഗം എൻ്റെ ഭാഗം എന്ന് പറയുന്നത് I accept Jesus ആണ് സഹിത്തെ. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, യേശുവിനെ ലോർഡ് എന്ന് ഞാൻ ഏറ്റു പറഞ്ഞപ്പോ എന്താ വിട്ടുകൊടുത്തേ? അതെ, ഇതിന്റെ അതുകൊണ്ട് ലോർഡ്ഷിപ്പ്, യു ആർ ഹാൻഡ് ഓവറിംഗ് ദി ഇത്രയും വരുന്നു. Is it done once and for all, or is there a continuous process? അതെ, I strongly believe it's a done deal. It's not a continuous process. It's not a continuous process. So then there is no need of ഒരിക്കൽ സമർപ്പിച്ചു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന brother with due respect to you, I love to you, that is a mistake. This is being true to the word. See, അച്ഛൻ ഈ വിഷയത്തിൽ ഇമോഷണൽ ആകേണ്ട ആവശ്യമില്ല.
it is, if it is not done, then what is the difference between Christianity and other religions? They also saying do something and get something. Like, the difference is this. The difference is this. See, other religions speak of doing and earning. But here it is receiving and doing. Okay. Receiving So you receive. and doing. So you receive. It is a continuous process. Again, you are coming to my point. Another You receive Christ. You accept Jesus as your personal savior. You are allowing Christ to rule over you. Rule over you. Yeah. That's a daily process. It is Of not course. done once Aതെ, a If, year. That if is your the point. life is a അതിനകത്ത് daily process, then it's a daily process. Then it is Then- not done once and for all. That means ഇത് when one is നമ്മുടെ It's a daily കർത്താവ് process. Why? ക്രൂശിൽ Because it's done already. കർത്താവ് on the ക്രൂശിൽ cross. ചെയ്തത് നമ്മുടെ ആത്മാവിന് വേണ്ടത് ജസ്റ്റിഫിക്കേഷൻ ഡൺ, സംശയമൊന്നും വേണ്ട. പക്ഷെ ആത്മാവിന് വേണ്ടി അല്ല അല്ല മാത്രമാണ് അച്ഛൻ. അല്ല തിരിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഈ അച്ഛൻ, പറഞ്ഞ അവിടെ അതൊന്ന് clarify. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആത്മാവിന് ആ വേണ്ടിയത് മാത്രമാണ്. ഈ ത്രികാല അനുഭവങ്ങൾ രക്ഷയ്ക്കുണ്ടെന്നുള്ളതിൽ അതായത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അതിനെപ്പറ്റി നമ്മൾ ഇവിടെ തർക്കിച്ചിട്ട് കാര്യമില്ല. അത് കേൾക്കുന്നവർ ആ കാര്യം ഞാൻ പറയട്ടില്ല. ഇവിടെ കാൽവിനോ ആർമീനിയോ എന്നുള്ളതല്ലേ വിഷയം. ദൈവവചനത്തിൽ ഒറ്റ കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. കീപ്പ് ഓൺ ഡൂയിങ് എന്നുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സാണ് അല്ലേ. പ്രൊവിഷൻ കർത്താവ് ചെയ്തു. ഞാൻ ഒരു മിനിറ്റ് ഒരു കാര്യം വാക്യങ്ങൾ കീപ്പ് ഓൺ ഡൂയിങ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ ടീച്ച് ചെയ്യാറുണ്ട്. 6 വാക്യങ്ങൾ. അതില് ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് വേണമെന്ന് ഞാൻ എൻ്റെ സ്പിരിച്വൽ മെന്റേഴ്സുമായിട്ട് റെഫർ ചെയ്ത ഒരു വാക്യമേ ഉള്ളൂ. ആ വാക്യം ഇതാണ്: വിശുദ്ധരാകുകയും ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരാകുകയും. അതായിരുന്നു എനിക്ക് കുറച്ചൊരു എക്സ്പ്ലനേഷൻ വേണ്ടി ഒരു ടോപ്പിക്. അതിന്റെ ഫസ്റ്റ് പാർട്ട് പറയാൻ മോളി ഞാൻ വിശുദ്ധനായതുകൊണ്ടാണ് നിങ്ങൾ വിശുദ്ധരാകുക. വിശുദ്ധൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ. വിശുദ്ധനായവൻ വിശുദ്ധൻ. അപ്പൊ ഇനി വിശദീകരിക്കാൻ അശുദ്ധൻ വിശദീകരിച്ച് വിശുദ്ധനാകട്ടെ എന്നല്ല, വിശുദ്ധൻ ഇനിയും അതാ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഈ സ്റ്റാൻഡിൽ നമുക്ക് കാൽവിനിസോ അർമീനിയസോ നമ്മുടെ വിഷയം അതല്ല. കാൽവിൻ പോട്ടെ, അവരൊക്കെ പൊക്കോട്ടെ, നമുക്ക് ദൈവത്തിൽ അല്ല. ഇതിനകത്തുള്ള വിഷയം ജനങ്ങൾ വരുന്നൊരു കൺക്ലൂഷൻ പാപത്തിൽ തുറന്നാലും രക്ഷ നഷ്ടപ്പെടില്ല അല്ല എന്നങ്ങ് വൺസ് ഇറ്റ്സ് ഡൺ അത് കറക്റ്റ്. അപ്പോൾ അതൊരു ലൈസൻസ് ആയിട്ട് ഒത്തിരി പേര് എടുക്കുന്നില്ലേ. രണ്ടാമത്തെ വിഷയം ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് വേറൊരു വിഷയം. അപ്പോൾ ഒരു കാഷ്വൽ ഒരു എന്താ പറഞ്ഞ ഒരു ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് സാർ പറയുമ്പോൾ തന്നെ ഇതിനകത്തൊരു കാര്യം, നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു ആശയം പൊതുവെ ഇന്ന് ഉണ്ട്. അത് ദൈവത്തെ എൻ്റെ ചിന്ത കുറച്ച് ഡിഫറൻ്റ് ആണ്. അതായത് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുകയോ ഞാൻ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാനോ എനിക്ക് കഴിയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ലോയിലേക്കോ കർമ്മമാർഗത്തിലേക്കോ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന അർത്ഥത്തിലല്ല ഞാൻ ചെയ്യുന്നത്. അത് തന്നെയല്ല ഈ സജിത്ത് പറഞ്ഞതിനകത്തുള്ള ഇപ്പം ഇതിനകത്തെ ഒരു എക്സ്പ്ലനേഷൻ വേറെ രീതിയിൽ ഇപ്പം വേദോസത്തിലെ പല വാക്യങ്ങളും നമ്മൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇപ്പം ദൈവത്തിൽ പ്രസാദമുള്ള പ്രവൃത്തി എന്ത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കർത്താവ് പറയാണ്, അവനെ അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിൽ പ്രസാദമുള്ള പ്രവൃത്തി. അത് ശരിക്കും പറഞ്ഞൊരു പ്രവൃത്തിയല്ല, ബേസിക്കലി അതൊരു പ്രവൃത്തിയല്ല. പക്ഷേ അവിടെ വിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂ ടെസ്റ്റമെന്റിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ വരുന്നത് ഇറ്റ് ഈസ് നോട്ട് ബിലീവിങ് എ ഫാക്ട്. It's believing it is trusting a person or something like depending on a person. അല്ലാതെ ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എന്താണ് ഐഡിയോളജിയോ അല്ല. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ള വിശ്വാസവും അല്ല. അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചെന്നും അടക്കപ്പെടുന്നു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലെ കരയിൽ പോയെന്നും കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി രണ്ടാമത് വരുമെന്നും പിശാച് ഉൾപ്പെടെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, എല്ലാം വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, ഞാൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ബിബ്ലിക്കൽ പേഴ്സ്പെക്റ്റീവിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരാൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ശരിക്കുള്ള ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതായത് എനിക്ക് കൊടുത്തു കിട്ടാൻ പറ്റാത്തൊരു കടം എൻ്റെ ചേട്ടനോ അല്ലെങ്കിൽ എൻ്റെ അപ്പനോ വന്ന് കൊടുത്തു കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് വേണമെങ്കിൽ അത് നിഷേധിക്കാം. അതുകൊണ്ടാണല്ലോ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചിട്ടും ഇന്നും ആളുകൾ നരകത്തിൽ പോകുന്നതിൻ്റെ കാര്യം അത് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാൾക്ക്. ഇപ്പോൾ എൻ്റെ കടം ഒരുത്തൻ കൊടുത്തു വീട്ടി, പക്ഷേ ഞാൻ പറയുകയാണ് എൻ്റെ കടമൊന്നും ഒരുത്തനും കൊടുത്തു വിട്ടണ്ട, അതൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം, എനിക്ക് ഒരുത്തനും പുറത്തുനിന്നൊന്നും അവൻ്റെ ഒന്നും ഔദാര്യം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ്. ഐ ഡോണ്ട് ഗെറ്റ് ദ ബെനിഫിറ്റ്.
അപ്പോൾ അതുകൊണ്ട് ഫെയ്ത്ത്, വിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എന്താണ്, യേശു കർത്താവ് ചെയ്ത് തീർത്ത പ്രവൃത്തിയെ ഞാൻ എൻ്റേതാക്കി എടുക്കുകയാണ്. ഇവിടെ സജിത്ത് പറഞ്ഞതിനകത്തോ അല്ലെങ്കിൽ ഈ ജോസഫ് പ്രിൻസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ വേദപുസ്തകത്തിലേത് തെറ്റല്ല. കാര്യം വേദപുസ്തകത്തിന് തെറ്റാൻ പറ്റില്ല. ആ വാക്കുകൾ അനുസരിച്ച് പറയുന്നത് ശരിയാണ്. എന്ത്? യേശു കർത്താവ് കാൽവറി ക്രൂസിൽ സകലതും ചെയ്ത് തീർത്തു, ഫിനിഷ്ഡ്, ടെറ്റലസ്റ്റായി. പക്ഷേ ഇത് എൻ്റെ സ്വന്തമാക്കുന്നത് വരെ ഇതെൻ്റേതല്ല. എൻ്റെ സ്വന്തമാക്കാനായിട്ട് അൺമെറിറ്റഡ് ഫേവറിനകത്ത് ജോസഫ് പ്രിൻസ് പറയുന്ന അതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ സ്വന്തമാക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിത് ഏൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഏൺ ചെയ്യുന്നതും, പിരിതോം സാർ പറഞ്ഞ കാര്യം അതാണ്, ഏൺ ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും രണ്ടാണ്. എനിക്ക് ഏൺ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അവിടെയാണ് ജോസഫ് പ്രിൻസിനകത്ത് പ്രശ്നം. ജോസഫ് പ്രിൻസ് ഇതിനെ രണ്ടിനെ ഒന്നുപോലെ കാണുന്നത്. ഏൺ ചെയ്യുന്നതിനെയും റിസീവ് ചെയ്യുന്നതിനെയും ഒരുപോലെയാണ് കാണുന്നത്. റിസീവ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എന്തിനു വേണ്ടിയാണ്? നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഞാൻ ക്രിസ്തുവിനോട് മരിച്ചു, ക്രിസ്തുവിനോട് അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഇവിടെയെല്ലാം ഫെയ്ത്താണ്, ബൈ ഫെയ്ത്ത്. ഉയർത്തെഴുന്നേറ്റ് എന്തിനാണ്? നാമും അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പം ആ ന്യൂ ലൈഫ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു ജീവിതമാണ്. അല്ലാതെ ഞാനൊരു റോബോട്ടിനെ പോലെ നിന്നു കൊടുക്കുക അല്ല. ഞാനത് പറയുമ്പോൾ സാഹിത്യം പറഞ്ഞ പോയിന്റ്, മേശപ്പുറത്ത് ആഹാരം വിളമ്പി വെച്ചത് കൊണ്ട് എന്റെ വിശപ്പ് തീരണമൊന്നുമില്ല. ഐ ഹാവ് ടു ഈറ്റ്. എനിക്കത് കഴിച്ചാൽ മാത്രമേ എന്റെ വിശപ്പ് മാറുള്ളൂ എന്നുള്ള സംഭവം പറയാറില്ല. പക്ഷെ ഞാനിവിടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പ് ആ വാക്ക്, കഴിക്കാൻ എന്നെ ക്ഷണിച്ചതും കഴിക്കാൻ എന്നെ ഇരുത്തിയതും കഴിക്കാൻ എനിക്ക് ബലം തന്നതും കഴിക്കുമാറാക്കിയതും കർത്താവാണ്. കഴിച്ചുവെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കില്ല. ഇല്ല, ക്രെഡിറ്റിന്റെ വാരിത്തന്നില്ല, ഞാൻ കഴിച്ചു. വാരിത്തന്നില്ല, IV ആയിട്ട് തന്നില്ല. ഐ ഹാവ് എ റോൾ. എന്റെ കൈ അവൻ ബലപ്പെടുത്തി. പക്ഷെ അത് കറക്റ്റാണ്. IV ആയിട്ട് തന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. IV ആയിട്ട് തന്നായിരുന്നുവെങ്കിൽ എനിക്ക് ഫ്രീ വില്ലില്ല. അത് നമ്മൾ പണ്ട് പോലെ ചോദിക്കും ചോദ്യം, ഏതെല്ലാം തോട്ടത്തിൽ ആ വൃക്ഷത ഉണ്ടാക്കാതിരുന്നായിരുന്നു ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുക? പ്ലാനിൽപ്പെട്ട കാര്യങ്ങളാ അതല്ല ഇവിടെ പറയുന്നത്. അതൊക്കെ വലിയ നല്ല വിഷയമാണ്, അതൊക്കെ ശരിക്കും മനസ്സിലാക്കണ്ട. അതല്ല നമുക്ക് ഐ ഹാവ് എ റോൾ. അതൊരു ഡെയിലി ബേസിസ്. ഐ ഹാവ് definitely in practical realm, in practical life you have a role. You are doing such things. സൈത്തെ ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു തന്നൊരു ഒബ്സർവേഷൻ ഞാൻ പറയട്ടെ. ഒരു ഒബ്സർവേഷനാണ്, അല്ല വേറൊന്നുമല്ല. ഒരു നമ്മൾ ഈ കേൾക്കുമ്പം ഒരുപാട് പോസിറ്റീവ് മെസ്സേജായിട്ടും വളരെ മോട്ടിവേഷണൽ മെസ്സേജായിട്ടാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് കമാൻഡ്സോ റിബ്യൂക്സോ ഒന്നുമില്ല. അപ്പം നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ്, ഇപ്പം ഞാനും ഒക്കെ ഒത്തിരി പോസിറ്റീവായിട്ട് പ്രസംഗിക്കുന്ന ആൾ, ഒത്തിരി മോട്ടിവേഷണലായിട്ടൊക്കെ പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷേ ആ മോട്ടിവേഷനും പോസിറ്റീവിനും അപ്പുറം അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ ഒരുപാട് തിരുത്തലുകളുണ്ട്, റിബ്യൂക്കുണ്ട്. ചിലപ്പം ശക്തമായ എക്സോട്ട്, ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, എക്സോട്ട് എന്നുള്ള വാക്കിനും റിബ്യൂക്ക് എന്നുള്ള വാക്ക്, റിപ്രൂവ് എന്ന വാക്കും അപ്പോസ്തലന്മാർ എടുത്തെടുത്ത് പറയുന്ന കാര്യം യേശു അത് ആദ്യം പറഞ്ഞത് തന്നെയാണ്. അപ്പം നമ്മൾ ഈ പറയുന്നതിനകത്തൊന്നും ഈ ഒരു റിബ്യൂക്ക്, ഒരു എക്സോട്ട്, ഒരു റിപ്രൂവ് ഇതൊന്നും കാണുന്നില്ല. എല്ലാം വളരെ മോട്ടിവേഷനും വളരെ പോസിറ്റീവ് ആവുന്നു. അപ്പോൾ ഇതൊരു ലൈസൻസായിട്ട് എടുത്തിട്ട് എനിക്ക് എന്തും ചെയ്യാം. ഞാനൊരു പക്ഷേ അതെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പാപം ചെയ്യേണ്ടതിനുള്ള ലൈസൻസ് അല്ല, ലൈസൻസ് ആണ്. അപ്പം ഇതിനകത്ത് ഒരു എക്സ്പ്ലനേഷൻ കയറി നിന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. വിശുദ്ധന്റെ കൃപ അശുദ്ധിയിൽ തുടരാനോ അശുദ്ധിയിൽ പോകാനോ സമ്മതിക്കുമോ? നെവർ. വിശുദ്ധന്റെ കൃപ അശുദ്ധിയിൽ പോകാനോ അശുദ്ധിയിൽ തുടരാനോ സമ്മതിക്കുന്നതല്ല. അവിടെ തന്നെ യഥാർത്ഥ കൃപ ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ വ്യക്തി വിശുദ്ധിയിൽ തന്നെ തുടരത്തുള്ളൂ. ഒരിക്കലും കൃപ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആണെന്നോ കൃപക്കകത്തായിട്ട് എന്തും ചെയ്യാം എന്നോ സജിത്ത് എന്ന് പറയുന്നത് ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയാണ് ആൾക്കാരത് എടുക്കുന്നത്. ടെലിവിഷൻ മെസ്സേജസ് ഓൾ ഓവർ ദ വേൾഡ് ഞാൻ യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് പോലും പാപം ചെയ്യാനുള്ള ലൈസൻസ് ആ കൃപ ഞാനത് വിശ്വസിക്കുന്നില്ല. പക്ഷെ സജിത്ത് തന്നെ പറഞ്ഞിട്ടില്ലേ, പാപം ചെയ്യുമ്പോൾ കൃപയിൽ നിന്ന് വീഴുകയല്ല, അത് കൃപയിലേക്ക് വീഴുകയാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് ലൈസൻസ് അല്ലേ? ഞാൻ ലൈസൻസ് വേണോ? 100% ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു, എന്റെ കയ്യിൽ ഒരു തെറ്റ് വരുമ്പോ ഞാൻ ശിക്ഷാവിധിയിലേക്കല്ല വീഴുന്നത്, കർത്താവിന്റെ കൃപയുടെ കീഴിലാണ്. പക്ഷെ ഞാൻ എന്റെ എക്സ്പ്ലനേഷൻ പറയും. പക്ഷെ ആ കൃപ ഒരിക്കലും പാപത്തിൽ തുടരാൻ എന്നെ സമ്മതിക്കത്തില്ല. അപ്പോൾ അത് കൃപ ഞാൻ മനസ്സിലാക്കുന്ന ആ കൃപ ഇറ്റ്സ് ലൈക്ക് എ കവറിങ്. എന്റെ മേലൊരു സുരക്ഷിത വലയം തീർത്തിട്ട് ഇതിനകത്ത് ദൈവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ വിഷയം നീ ചെയ്തു കഴിഞ്ഞു, നിന്റെ കയ്യിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്,
ഗോഡ് ഈസ് കറക്റ്റിംഗ് മീ. അതില്ല എന്ന് ആരെങ്കിലും നിഷേധിക്കാൻ പോയാൽ അത് തെറ്റാ. അതെനിക്കുള്ളത് ഞാൻ കൃപയിലായതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചല്ലേ, അത് കൺഫസ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്ത് കൺഫ്യൂസ് ഞാൻ തെറ്റുപറ്റിപ്പോയി കർത്താവിനോട് പറയണമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ, അതിനകത്തും രണ്ടാശയമായി എനിക്ക് പേഴ്സണലി ഉണ്ട്. ഒന്ന്, തെറ്റ് വരുമ്പോൾ ജീസസിനെ കൺഫ്യൂസ് ചെയ്യണമെന്നുള്ളത്. കാരണം അവനാണ് പരിഹാരം വരുത്താൻ പറ്റുന്നത്. അപ്പം തെറ്റ് വരുമ്പം എൻ്റെ തെറ്റ് വിളിച്ച് പറയുന്നതിലുപരി ഈ തെറ്റിന് യേശു മതിയായവനാണ് എന്ന് പറയണം എന്നൊരാശയം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഈ പറയുന്ന ആശയങ്ങളൊന്നും ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ആശയത്തിൽ നിന്നോ പഠിച്ചതല്ല. കഴിഞ്ഞൊരു 4 വർഷമായിട്ട് എൻ്റെ അറിയാലോ ഞാനും ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. സോ സജിത്, ഞാനൊരു വാക്യം വായിച്ച് കേൾപ്പിച്ചോട്ടെ. ഇതിന് 1 John 1:9 നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അല്ല, യേശുവിനെ ഏറ്റു പറഞ്ഞാൽ പോരാ, അവൻ പാപങ്ങളെ അവൻ അല്ല, പക്ഷേ ഏറ്റു പറയുന്നത് കൺഫസ് ചെയ്യുന്ന പാപങ്ങളാണ്. അല്ല, അവൻ എന്റെ പാപങ്ങളെ അവിടെ തന്നെ വായിക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ, ഞാൻ വാക്യം ആദ്യം വരെ വായിക്കുന്നെങ്കിൽ, അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച്. അച്ഛൻ ഞാനിപ്പോ ഈ സംസാരിച്ചതിനിടയ്ക്ക് ഏറ്റു പറയണ്ട എന്ന് പറഞ്ഞു. അല്ല, യേശുവിനെ ഏറ്റു പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ ആശയം പറഞ്ഞു. പാപമല്ല ഏറ്റു പറയേണ്ടത്. പാപം എന്റെ കയ്യിൽ ഒരു മിസ്റ്റേക്ക് വന്നു, എന്റെ കയ്യിൽ മിസ്റ്റേക്ക് വന്നു എന്റെ അപ്പനോട് പറയുന്നതിന് എന്താ എനിക്ക് തെറ്റ്? അത് പറയണം. അതാ ഞാൻ പറഞ്ഞു, 2 ആശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആദ്യത്തെ കേട്ടിട്ട് രണ്ടാമത്തെ കേൾക്കാതെ മറുപടി പറയാം. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പാപത്തെ അല്ല ഏറ്റു പറയേണ്ടത്, യേശുവിനെ ഏറ്റു പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ പാപത്തെ വിളിക്കാം. ഞാൻ ഇന്ന് ചെയ്യുന്ന പറയാം, എന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ പറയാം. എന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ 100 തെറ്റുകൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഓരോ ദിവസവും ഡെയിലി ബേസിസിൽ ഞാൻ ചെയ്യുന്നത് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് യേശുവിന്റെ അടുത്ത് പാപത്തെ ഏറ്റു പറയുന്നുണ്ടോ? എന്റെ ഈ തെറ്റുപറ്റിയെന്നോ? എന്റെ ഡാഡിയുടെ അടുത്ത് എന്റെ ഈ തെറ്റുപറ്റിയെന്ന് പറയുന്നതിന്റെ അകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളതല്ല, അങ്ങനെ പറയണമെന്ന് ചിന്തിക്കുന്നുണ്ടോ? അതെന്റെ പേഴ്സണൽ കാര്യം അല്ലല്ല, പേഴ്സണൽ കാര്യമല്ല ഇവിടെ. അല്ല, ഇത് പേഴ്സണൽ കാര്യം. മനസ്സിലായി? ഇപ്പൊ എന്റെ പേഴ്സണൽ കാര്യം, എന്റെ കയ്യിൽ വന്ന തെറ്റ് എന്റെ അപ്പന്റെ അടുക്ക പറയുന്നതിനകത്ത് ഒരു എക്സാമ്പിൾ, മുടിയനായ പുത്രൻ കൈ വന്ന തെറ്റുകളെല്ലാം പറയണമെന്ന് വിചാരിച്ചു വന്നവനാ. പക്ഷെ അപ്പൻ അതെല്ലാം പറയുന്നതിന് മുമ്പ് മോതിരം ഇടിപ്പിച്ചു, ചെരുപ്പ് ഇടിപ്പിച്ചു, തോളത്ത് പുതപ്പ് ഇടിപ്പിച്ചു. ഒറ്റ വാചകം മതിയാണല്ലോ, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് ബാബുവിന്റെ മകനെന്ന പേരിന് യോഗ്യനല്ല. ഇത് പറയാൻ ആ മകൻ ഒരുങ്ങി. തലരാത്രി അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അത് പറഞ്ഞില്ല. ഓക്കെ, അല്ല അതിൽ തന്നെ ഉണ്ടല്ലോ. സി, ഐ ആം കമ്മിങ് ടു മൈ ഫാദർ. എൻ്റെ അപ്പനോട് എനിക്ക് എന്താ പറയാൻ പറ്റില്ലാത്ത? ഇപ്പം നമ്മളൊക്കെ പാരൻസാണ്. അച്ഛനുകൊണ്ട് 3 മക്കൾ, എനിക്കുണ്ട് ഒരു മോള്. എൻ്റെ കുഞ്ഞിന് എൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റെന്നോട് പറയുന്നതിൽ നത്തിങ് റോങ്. യാതൊരു തെറ്റും അതിൻ്റെ ഞാൻ കാണുന്നില്ല. ജോസഫ് പ്രിൻസ് പറഞ്ഞെന്നറിയാമോ? അവൻ അപ്പനെ കളിപ്പിക്കുകയായിരുന്നു, അവന് വിശന്നപ്പം അല്ലാതെ ഒരു മാനസാന്തരം ഒന്നും ഉണ്ടായതുണ്ടെന്നാ. അതിന് എക്സ്പ്ലനേഷൻ ഞാൻ തരേണ്ട ആവശ്യമില്ല. അല്ല, ഇതിനകത്ത് നമ്മളൊക്കെ ഇത് പറയുമ്പം ഇത് ഒരിക്കലും കേട്ടോ, ഞാൻ നമ്മൾ എത്രയോ ക്ലോസിലായിട്ട് ഇടപെടുന്നത്, ഒരിക്കൽ പോലും ഇന്ന് ഹാർവസ്റ്റ് ടിവിയിൽ ഏതെങ്കിലും വ്യൂവേഴ്സിനുള്ളിൽ സജിത്ത് എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഗ്രേസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പോ പാപം ചെയ്യാൻ ലൈസൻസ് ആ കൃപ എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നെവർ, ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. അതെങ്ങനെയാ വിശുദ്ധന്റെ കൃപ അശുദ്ധിയിൽ തുടരാൻ നമ്മളെ സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. വിശുദ്ധന്റെ കൃപ അനുദിനം എന്നെ വിശുദ്ധനാക്കത്തേ ഉള്ളൂ. ഞാൻ 100% വിശ്വസിക്കുന്നു. വിശുദ്ധി എന്ന ഫലം വിശുദ്ധനായ യേശു എന്റെ ഉള്ളിൽ വന്നുകൊണ്ട് ഓരോ ദിവസവും പ്രൊഡ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കും. നീതിയുടെ ഫലമായ വിശുദ്ധി. അച്ഛൻ ആഗ്രഹിക്കുന്ന, അച്ഛൻ വിരോധം വെച്ചാലും കുഴപ്പമില്ല, അച്ഛൻ ആഗ്രഹിക്കുന്ന ഞാൻ പറയണം എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന പറയണ്ട. അയ്യോ ഏറ്റു പറയണമെന്നല്ലേ? അതവിടെ ക്ലിയർ because you are a preacher and you reach out to many hundreds and thousands. അപ്പോൾ ആയിരങ്ങളോട് പോയി സംസാരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്
ചിലപ്പം യു നോ വാട്ട് യു ആർ ടോക്കിംഗ്, ഓക്കെ, ആൻഡ് യു ആർ കൺവിൻസ്ഡ് അബൌട്ട് വാട്ട് യു ആർ ടോക്കിംഗ്. പക്ഷെ കേൾക്കുന്നവർക്ക് ഇത് അങ്ങനെ ആയിരിക്കത്തില്ല കിട്ടിയത്. അവർ നേരെ ഇതിന്റെ അത് കേൾക്കുന്നവർ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഏതാണെന്നുള്ളത് എല്ലാം ഇപ്പോൾ ടി വി കൂടെ പ്രത്യേകിച്ച് ഒത്തിരി പേരാണ്. ടെലിവിഷനിലൂടെ എത്രയോ നാൾ ഹാർവസ്റ്റ് ടി വിയിൽ എല്ലാ ഫ്രൈഡേയിലും നമ്മൾ 10 o'clock ചെയ്തോണ്ടിരുന്നത്. ഇന്ന് വരെ ഹാർവസ്റ്റ് ടി വിയിലെ ശുശ്രൂഷ കേട്ടിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല, ബ്രദർ എന്താ അങ്ങനെ പറഞ്ഞു. പവർ വിഷനിൽ എവ്രി നൈറ്റ് 11 മണിക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ ഒരു പാസ്റ്ററും ഒരു പ്രീച്ചറും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല, ബ്രദർ അങ്ങനെ പറഞ്ഞു. കാരണം ഇതിന് എക്സ്പ്ലനേഷൻ കിട്ടാതെ ആൾക്കാരെ എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാൻ നമ്മൾ ആരെങ്കിലും ശ്രമിക്കും. ഇല്ല, ഇതിനകത്തെ ഒരു കാര്യം ഇപ്പം പാസ്റ്റർ സാം പറഞ്ഞത് ഒരു വളരെ കൃത്യമായ കാര്യമാണ്. ഇപ്പോൾ പോൾ തന്നെ ഇപ്പം റോമൻ ചാപ്റ്റർ 6 12 onwards വായിക്കുമ്പോഴത്തേക്ക്, ആകയാൽ പാപം നിങ്ങളുടെ മർത്ത ശരീരത്തിൽ ഇനി അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. വാഴരുതെന്ന് പറയുമ്പോൾ വാഴാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയിലെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. അത് ഒരു ഇന്റൻഷണലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇറ്റ് ഇസ് ഡൺ എന്നല്ല. ഞാനിത് പറഞ്ഞോട്ടെ, ഞാൻ റോമൻസിന്റെ ടീച്ചിങ് അത് ഇപ്പോഴും എനിക്ക് 10ാം വാക്യത്തിൽ അത് വളരെ ക്ലിയർ ആണ്. 10ാം വാക്യത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇവിടെ ഉണ്ട്, ഞാനത് എടുത്തോണ്ടിരിക്കുന്നത്. വേഴ്സ് 10 പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്ന് ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും. അത് ഞാൻ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. ഇല്ല, ആ മെസ്സേജിന്റെ അതുകൊണ്ടല്ല, ആ മെസ്സേജ് ഉണ്ട്. ആകയാൽ ഇത് ശരിയായതുകൊണ്ട്, അതായത് അതുകൊണ്ട് റോമൻ 6 അച്ഛൻ പഠിപ്പിക്കുന്ന ആര് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാലും 5 ടോപ്പിക് ആണ് റോമൻ 6 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ 5 ടോപ്പിക്കിൽ ഒരെണ്ണം മാത്രമാണ് നമ്മൾ ഈ 12 പറയുന്നത്. ബാക്കി 4 മേളിൽ ഇതിന്റെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് ഈ അതുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഇപ്പോൾ സജിത്ത് പറയുന്ന കാര്യങ്ങളായിരിക്കത്തില്ല മറ്റുള്ളവരെ എല്ലാവരും ആ ഒരു നിലയിൽ എടുക്കുന്നില്ല. യേശുവിന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അല്ല, ഇവിടെയും അതുകൊണ്ടാണ്. അതിപ്പം സാംബാസ് പ്രസംഗിക്കുന്നു, ഇപ്പം ലൈഫ് ഫെലോഷിപ്പ് ചർച്ചിൽ ശുശ്രൂഷിക്കുന്നു. 10 പേര് വന്നാൽ 10 തരത്തിലായിരിക്കും അത് ഉൾക്കൊള്ളുന്നത്. നിങ്ങളുടെ ഇന്റൻഷൻ ഇതാണെന്ന് ചിന്തിച്ച് യേശുവിനെ ഉപദ്രവിച്ചിട്ടില്ലേ? അല്ല, സജിത്ത് അവരോട് യേശുവിന്റെ മനോഭാവം സ്നേഹമാണ്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കകത്ത് അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഇതാണ് സജിത്ത് ഇപ്പോൾ പറഞ്ഞത്. കറക്റ്റാണ്. അതായത് ഇനി പാപത്തിന് എൻ്റെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയില്ല. നേരത്തെ എനിക്ക് പാപം ചെയ്യരുതെന്നുണ്ടായിരുന്നെങ്കിലും എനിക്ക് ചെയ്യാതിരിക്കാനുള്ള കഴിവില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനല്ല. ഇന്ന് ഞാൻ കൃപയ്ക്ക് അധീനനായതുകൊണ്ട് എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം പാപത്തിൽ നിന്നൊരു വിശുദ്ധനായിട്ട് ജീവിക്കണമെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും. എനിക്ക് ജീവിക്കണമെങ്കിൽ അല്ല, അത് കറക്റ്റാ. വാട്ട് യു സെഡ് ഇസ് ട്രൂ. എന്നാൽ എന്ത് ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കകത്ത് അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാൾ വരുത്. വേഴ്സ് 15, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ തങ്ങളെ സമർപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്തു പോകുന്നത് ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് യേശുക്രിസ്തുവിലുള്ള പാപമോചനത്തിന്റെ ഡോക്ടറിൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. നിങ്ങളെ പഠിപ്പിച്ച അതെന്താണ്? ഡോക്ടറിൻ അല്ല അവിടെ. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഓഫ് സാൽവേഷൻ മാത്രമല്ല. പറയട്ടെ, ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ അനുസരണം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷെ ഇതിപ്പോ ഇതിനകത്തൊരു വലിയ കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അനുസരണം, ഏൽപ്പിച്ചു കൊടുക്കല്, തന്നെ താൻ സമർപ്പിക്കുക, പൊടിയാണെന്ന് പറയുക, അല്ലെങ്കിൽ ഇതെല്ലാം ഇതൊന്നും വേണ്ടത് ഇവിടെ ആരും പറയുന്നില്ല. പൊടിയാന്ന് പറയേണ്ടത് ഞാൻ പേഴ്സണലി പറയാറുണ്ട് കേട്ടോ. ഞാൻ ബലഹീനനാണെന്നുള്ളത് അംഗീകരിക്കണം. അതുമില്ല കൃപയാണ്, അല്ലെങ്കിൽ കൃപയുടെ ആവശ്യമില്ലല്ലോ. ഞാൻ എന്നിൽ തന്നെ കഴിവുള്ളവരാണെങ്കിൽ എനിക്ക് ഒരുപാട് ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം പറയാം. നമ്മളിപ്പം ഈ സാഹിത്യം ഇത്രയും നേരം പറഞ്ഞപ്പോഴെല്ലാം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ കൃപയെക്കുറിച്ചുള്ള ഈ ഒരു കൺഫ്യൂഷൻ ഇത് ഇന്നും ഇന്നലെ ഈ നൂറ്റാണ്ടിലുള്ള പ്രശ്നമല്ല. ഇത് അപ്പോസ്തലന്മാരുടെ കാലത്തും ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ റോമാലേഖനം വന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം റോമാലേഖനത്തെ മാത്രം ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞാലും പറ്റത്തില്ല. ഒരു ഹോൾസം ആയിട്ട് ബൈബിൾ എടുത്ത് നമ്മൾ പഠിക്കുകയും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം.
അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ വിഷയം തന്നെ റോമാലേഖനത്തിൽ മാത്രം കറങ്ങാതെ യേശുവിൻ്റെ പഠിപ്പിക്കലുകളും അപ്പോസ്തലന്മാർ പഠിപ്പിക്കും, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പോലും 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോഴും അവിടെ ദൈവമക്കളാണ്, സഭയാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അവരോടും പറയുന്നത് കുറിച്ചുള്ള എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും പഠിപ്പീരും അത് ഈ ടൈപ്പിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പഠിപ്പീരുമല്ല. ഞാൻ ഡിസ്പെൻസേഷണൽ ടീച്ചിങ് അല്ല കൊടുക്കുന്നത്, സഭകളുടെ കാലയളവ് തിരിച്ചുള്ള പഠിപ്പിക്കല്ല ആ വിഷയത്തിനകത്ത് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ വിഷയത്തിന് അതിൻ്റെ അകത്ത് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഓക്കെ, അത് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരു റിബ്യൂക്ക്, ഒരു ഡിസിപ്ലിനിങ് അല്ലെങ്കിൽ ഒരു എക്സോർട്ടേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ പ്രസക്തി ഇല്ല. ഞാൻ കൃപയിലാണ്, കർത്താവിൽ ആയിക്കഴിഞ്ഞാൽ, കർത്താവ് എന്നിലാണ് ആയിക്കഴിഞ്ഞാൽ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ കൃപ ശ്രദ്ധിക്കണേ. ഈ കൃപ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നതിനകത്ത് എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫ്രീ, സെറ്റ് യുവർ സെൽഫ് ഫ്രീ എന്നുള്ള ആശയമാണ്. കൃപയെന്ന് പറയുന്നത് വേദപുസ്തകം പഠിപ്പിക്കുന്നത് റെസ്പോൺസിബിലിറ്റിക്ക്, അത് വിശ്വസ്തയോടെ നിർവഹിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തീകരണമാണ്. ആദ്യം കൃപ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നോഹയുടെ കാര്യത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 6 നോഹയ്ക്ക് ദൈവത്തിൻ്റെ യഹോവയുടെ കൃപ ലഭിച്ചു, അതുകൊണ്ട് വിശ്വാസത്താൽ അവൻ പെട്ടകം തീർത്തു. പൗലോസ് പറയുന്നു 1 Corinthians 15-10 ഞാനാകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. എന്ത് ചെയ്തു? ഞാൻ അധ്വാനിച്ചു എങ്കിലും ഞാനല്ല, എന്നോടുള്ള ദൈവകൃപയത്രേ. രണ്ടും കൂടെ പറഞ്ഞപ്പോഴാണ് ബാലൻസ് വന്നത്. അല്ല, ക്രിസ്ത്യ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ക്രിസ്ത്യൻ ലൈഫിൽ ബാലൻസ് വളരെ പ്രധാനമാണ്. ന്യൂട്രൽ എന്നുള്ള അർത്ഥം ബാലൻസ് അല്ല, ഞാൻ പറയട്ടെ, പ്രശ്നം നമ്മൾ പലപ്പോഴും ഓഫ് ബാലൻസ് എക്സ്ട്രീമിലേക്ക് ക്രിസ്ത്യൻ ലൈഫിനെ എന്തുമായിട്ട് ബാലൻസ്, ക്രിസ്ത്യൻ ലൈഫുമായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന മറ്റേ തട്ടിലിരിക്കുന്ന എന്താ? കൃപയും സത്യവും, കൃപയും വിശ്വാസം മൂലം കൃപ, ഇതെല്ലാം അവിടെ എല്ലാം ഒരു ബാലൻസ്. ജോസഫ് പ്രിൻസിന്റെ ഇത് തന്നെ പറയുമ്പോഴത്തേക്ക് ജോസഫ് പ്രിൻസ് പറഞ്ഞ ഒരു വാചകമാണ്, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. പിന്നെ ജോസഫ് പ്രിൻസിന്റെ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. എന്നിട്ട് അദ്ദേഹം ഉടനെ തന്നെ ഇത് ഡൈവേർട്ട് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തത് കണ്ടോ, കൃപയുടെ കൂടെയാണ് സത്യം നിൽക്കുന്നത്. അതെല്ലാം അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ. അതൊക്കെ ലോക്കൽ കല്ല് സഞ്ചിയിലുണ്ടായിരുന്നു, കഞ്ചിയിലെ കല്ല് 5 കല്ല് 5 ശുശ്രൂഷ, ബാലൻസിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ സത്യവും ജോസഫ് പ്രിൻസിനെ അങ്ങനെ 100% തള്ളി പറയാമോ? കാരണം ഇടയ്ക്ക് എന്നെ വിളിച്ച ജോസഫ് പ്രിൻസ് അല്ല, എനിക്ക് രക്ഷ തന്ന ജോസഫ് പ്രിൻസ് അല്ല. ജോസഫ് പ്രിൻസുമായിട്ട് യാതൊരു ബന്ധം ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിനും ഇല്ല. സജിത്ത് പറഞ്ഞു എന്റെ മെന്ററിനോട് 5 വാക്യങ്ങളുടെ ഒരു വിഷയം ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇതില് ബ്രദറിനെ മെന്റർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടല്ലോ? ജോസഫ് പ്രിൻസ് നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് മെന്ററിങ് ജോസഫ് പ്രിൻസ് തരാൻ ആരാ? അതെല്ലാം ഇപ്പൊ അച്ഛന്റെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഞാൻ ഈ ആശയമുള്ള മെന്ററിംഗ് ഉള്ള നമ്മുടെ ഏതെങ്കിലും ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ നമ്മൾ അറിയുന്ന ആരെങ്കിലും ഒരു മെന്ററിംഗ് ഉണ്ടോ അതറിയാനാ ചോദിച്ചത്. പെന്തക്കോസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ആരുമില്ല. സജിത്തെ, ഞാൻ പറഞ്ഞത് ഇപ്പം ഈ ബാലൻസിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം കൃപയും സത്യവും ഇപ്പോൾ ബാലൻസ് വേണമെന്ന് പറഞ്ഞപ്പം സാം പറഞ്ഞതിനനുസരിച്ച് കൃപ അത്യാവശ്യമാണ്. പക്ഷേ സത്യമില്ലാതെ, സത്യം എന്ന് പറയുമ്പോഴത്തേക്ക് സത്യവും കൃപയും ഒരുമിച്ച് ഇപ്പം എന്താണ് വാസ്തവത്തിൽ ഞാൻ ആ വാക്യത്തിൽ മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ, അതായത് മോസസ് ലോയും കൊണ്ട് വന്നു, ലോ അനുസരിക്കാനുള്ള കൃപ എനിക്കില്ലായിരുന്നു. ഹി കെയിം വിത്ത് ലോ ആൻഡ് ദാറ്റ് ബിക്കെയിം, എനിക്ക് ഒബേ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ യേശു ലോയുമായിട്ട് തന്നെ വന്നതാണ് ഞാൻ പറയുന്നത്. ഹി കെയിം വിത്ത് ട്രൂത്ത് ആൻഡ് ഹി ഗേവ് മീ ദ ഗ്രേസ് ടു ഒബേ ദ ട്രൂത്ത്. ഇപ്പം മോശയുടെ ന്യായപ്രമാണം അല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അനുസരിക്കാൻ ഒരു നിയമം യേശു കർത്താവ് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് നമുക്ക് അനുസരിക്കാൻ നിയമം, ഞാൻ പറയുന്നുണ്ട്, അത് അനുസരിക്കാൻ നിയമം തമ്മിൽ അർത്ഥമുണ്ടോ? അങ്ങനെയാണ് സാധാരണ കേൾക്കുന്നവർ ആരും അങ്ങനെ കേൾക്കരുത്. ഇവിടെ ചെയ്യുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ അവന്റെ കൃപയാലല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മാത്രമേ സജിത് എന്ന് പറയുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അല്ല, അത് ആളുകൾ മനസ്സിലാക്കട്ടെ. കാര്യം സജിത്തിനാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ സജിത്തിനെ ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസന്റ് സിറ്റുവേഷനിലുള്ള ഒരു കൃപയുടെ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് ഒരു പ്രസന്റ് മൂവ്മെന്റ് എഴുന്നേറ്റ് വന്നു, അതങ്ങനെ ഇതിങ്ങനെ. ഈ കോൾഡ് പറയുന്ന ഗ്രൂപ്പിലൊന്നും മുമ്പേ കർത്താവ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ താഴെ വെച്ച് സംസാരിച്ചപ്പോൾ
എനിക്ക് കർത്താവ് തന്ന ദർശനം കൃപയല്ല, എനിക്ക് കർത്താവ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കാൻ കർത്താവ് തന്നിരിക്കുന്നത് ഫിനിഷ്ഡ് വർക്കാണ്. സോ ഞങ്ങൾ അതിലാ മൂവ് ചെയ്യുന്നത്, ഫിനിഷ്ഡ് വർക്കില്ല. പിന്നെ അവൻ ഈ കൃപയുടെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയ അറിവിനകത്ത് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ മനസ്സിലാക്കാൻ ശ്രമിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. അതല്ലാതെ ഞാൻ ഇതിനകത്ത് ബിഗ് സീറോയാ. എനിക്ക് ഇന്നലെ കേൾക്കുന്നവരോട് പറയാം, ഡോണ്ട് ഫോളോ മീ, ഫോളോ ജീസസ്. ഓക്കെ, ഞങ്ങളിത് പറയുമ്പോഴും ഞങ്ങൾ സഹിതനെ ക്രൂശിക്കുകയോ രക്ഷിക്കുകയോ അല്ല, രണ്ടിനും ഞങ്ങൾ ആളല്ല, ഞങ്ങൾ സ്നേഹിക്കുന്നു. ദൈവസ്നേഹത്തിൽ ഇങ്ങനെ ഒരുമിച്ചൊരു വേദി നമുക്ക് കിട്ടി. ഒരു കാര്യം കൂടി, നമ്മള് പരസ്പരം, ഞാനിപ്പോ സജിത്തിനെ സ്നേഹിക്കുന്നെങ്കിൽ അതായത് നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് അതെ, ഞാൻ പറഞ്ഞത് അതോ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിനകത്ത് അപ്പുറം ഇപ്പുറം ഒന്നും നമുക്ക് സംസാരിക്കാൻ അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ സ്നേഹത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുക, അല്ല നമ്മൾ വിരോധം വെച്ചിട്ടോ വൈരാഗ്യത്തിലോ ഒന്നുമല്ല സംസാരിക്കുന്നത്, സ്നേഹത്തിലാണ്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഹാർവസ്റ്റ് TV ഇങ്ങനൊരു നല്ലൊരു വേദി സംഘടിപ്പിച്ച് എനിക്ക് വളരെ സന്തോഷം. അക്കാര്യത്തിൽ നന്ദിയും ഈ ചാനലിനോടുണ്ട്. കാര്യം ഒരിക്കലും ഇത് സജിത്തിനോട് ആരും സംസാരിക്കുന്നില്ല, ആരും സജിത്തിനോട് ചോദിക്കുന്നില്ല, തിരിച്ച് സജിത്തിന് അങ്ങനെ ഒരു നൂറുകണക്കിന് ശുശ്രൂഷകന്മാര് ഇൻസൈഡ് മീറ്റിംഗിൽ വിളിച്ച വിഷയം ആയിരക്കണക്കിന് ശുശ്രൂഷകന്മാര് ഓൾ ഓവർ ദ വേൾഡ്, 5 ഭൂഖണ്ഡങ്ങളിൽ ഈ ട്രൂത്തുമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഈ അവസരം കിട്ടിയിട്ടുണ്ട്. ശുശ്രൂഷകന്മാരാണ്. ലാസ്റ്റ് വീക്കിൽ ഞങ്ങൾ 300 ലീഡേഴ്സിന് വേണ്ടിയുള്ള ഒരു മീറ്റിംഗിൽ ഇത് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. സമയം തീർന്ന ഒരു കാര്യം കൂടെ, അടുത്തൊരു കാര്യം, പ്രത്യേകിച്ച് കർത്താവിൻ്റെ മേശ തിരുവത്താഴത്തെ സംബന്ധിക്കുന്ന ഒരുപാട് വിവാദങ്ങൾ ആ വിഷയത്തിൽ സഹിതത്തിനോട് ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട്. തിരുവത്താഴം കൺവെൻഷൻ യോഗങ്ങൾ വെച്ച് നടത്തുന്നു, വഴിവെക്കലും വെച്ച് നടത്തുന്നു, ഒരു സഭയിൽ നടത്തേണ്ടത് അല്ലെങ്കിൽ വീട്ടിൽ നടത്തേണ്ടതാണ്, അത് പുറത്ത് വെച്ച് നടത്തുന്നു. അത് നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ജീവിക്കുന്നത് ബൈബിളിൽ കാണുന്നു എന്ന് പറഞ്ഞിട്ടാണ്. കൂടി വരുന്നിടത്തൊക്കെ അതിന് സ്ഥലം ഒന്നും പ്രശ്നമല്ല, എവിടെയാണെന്നുള്ള പ്രശ്നമല്ല, രക്ഷിക്കപ്പെടാത്തവർക്ക് അല്ലെങ്കിൽ സ്നാനപ്പെടാത്തവർക്ക് എടുക്കാം. ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ചെയ്യണ്ടേ. അതെ, അപ്പോൾ അതിനെപ്പറ്റി ചില തെറ്റിദ്ധാരണകളോ ധാരണകളോ അങ്ങനെ സഭയുടെ കോണ്ടാക്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് കൂടി വരുന്നിടത്ത്, അതൊരു സഭ ഒരു ഹാളിലാവാം, അല്ലെങ്കിൽ ഒരു വീട്ടിലാവാം, അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ, മരച്ചോട്ടിലും ആവാം, വേണമെങ്കിൽ രക്ഷിക്കപ്പെട്ട പ്രധാനപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് കൂടി വന്ന് പങ്കെടുക്കുന്നു. പക്ഷേ ഒരു കൺവെൻഷൻ യോഗത്തിലും മറ്റും അത് ബ്രദർ ചെയ്യുന്നതായിട്ടൊക്കെ ഞാൻ ആരോ പറഞ്ഞു. അപ്പോൾ അതൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ 3 days ഒരു സ്ഥലത്തൊരു മീറ്റിംഗ് നടത്തും. ഇപ്പോൾ ഉദാഹരണം ട്രിവാൻഡ്രത്ത് ഒരു മീറ്റിംഗ് നടന്നിരിക്കട്ടെ, ഞങ്ങളുടെ പബ്ലിസിറ്റി ടീം വരും, ഞങ്ങളാലാവുന്ന പബ്ലിസിറ്റി. ഒരു ചർച്ചസിൽ നമ്മൾ നോട്ടീസ് കൊടുത്ത് ആരെയും മീറ്റിംഗിന് ക്ഷണിക്കാറില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ടാർഗറ്റ് ജാതികൾ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് വരിക എന്നുള്ളത്. അങ്ങനെ മീറ്റിംഗ് നടത്തുമ്പം 3rd day മോർണിംഗ് സെഷൻ എപ്പോഴും ഒരു ക്ലോസ്ഡ് ഹാളിലായിരിക്കും. പകൽ മീറ്റിംഗും രാത്രി മീറ്റിംഗും വെക്കാറുണ്ട്. ഈ ക്ലോസ്ഡ് ഹാളിൽ 3 ദിവസം മീറ്റിങ്ങിന് പങ്കെടുത്തവർക്ക് ഞാൻ കർത്തൃമേശ കൊടുക്കാറുണ്ട്. അതല്ലാതെ ഒരു ഓപ്പൺ ഗ്രൗണ്ടിലും ഇന്ന് വരെ കർത്തൃമേശ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തു എന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമെങ്കിൽ പ്ലീസ് കം ഫോർവേഡ്. സജിത്ത് ഇതിനെ കുറിച്ച് ഒരു ടോക്ക് കൊടുത്ത് ഞാൻ തൃശ്ശൂര് കൺവെൻഷൻ പോയപ്പോഴാണ് സഹോദരന്മാരെന്നെ ആ ടോക്ക് കേൾപ്പിച്ചു. ഒത്തിരി ആ സഹോദരന്മാരിൽ തന്നെ ആശയത്തിന് തെറ്റായ ആശയങ്ങൾ അവരിൽ സ്വാധീനിച്ചതുകൊണ്ട് അവരുടെ എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന് പറയുകയും വളരെ ലേറ്റ് നൈറ്റാണ്. എൻ്റെ ഓർമ്മ ശരിയാണ്, അത് അന്നത്തെ 4ാമത്തെ ടോക്കായിരുന്നു. 3 പ്രസംഗം ഓൾറെഡി കഴിഞ്ഞായിരുന്നു. അന്ന് രാത്രി തന്നെ തിരിച്ച് ഞാൻ പെരിന്തൽമണ്ണയ്ക്ക് പോവുകയുമാണ്. അന്ന് രാത്രി തന്നെ അവിടെ പിന്നെ വളരെ ലേറ്റ് നൈറ്റായിട്ട് ഞാനൊരു ടോക്ക് കൊടുക്കുകയും ചെയ്ത അത് അവർ ഫേസ്ബുക്കിലിടുകയും ഒത്തിരി പേര് കാണുകയും ചെയ്ത ഞാൻ നേരെ കേട്ടതാ സജിത്ത് പറയുന്നത്, സ്നാനപ്പെടാത്തവർക്ക് കർത്തമേശ തന്നെത്താൻ അടുത്ത് പറയാം. അതിനുള്ള എക്സ്പ്ലനേഷൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ. തന്നെത്താൻ സ്വാതന്ത്ര്യം കഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ വിവേചിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ അല്ല വിവേചിക്കേണ്ടത്. ഇത് കർത്താവിൻ്റെ മേശയാണ്, ഇത് കർത്താവിൻ്റെ ശരീരമാണ് എന്നാണ് വിവേചിക്കേണ്ടതെന്നാണ് ബ്രദർ അവിടെ പറഞ്ഞത്. അതിന് ഞാൻ അതിനകത്ത് എക്സ്പ്ലനേഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ആ ടോക്കനകത്ത്. ഞാനത് കേട്ടില്ല അച്ഛാ, എന്നാലും അച്ഛൻ ഇപ്പോൾ സംസാരിക്കാം, ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ തരാം.
സ്നാനപ്പെടാത്തവർക്ക് കർത്തൃമേശ, അത് നമുക്ക് ആദ്യം ഒരു ടോപ്പിക്കായിട്ട് എടുക്കാം. അതോ ആയിക്കോട്ടെ, ഓക്കെ, പോയിന്റ് ആയിട്ട് എടുക്കാം. അതിലൊരു 6 പോയിന്റ് നമുക്ക് എടുക്കാം ഫുൾ. ഇപ്പം അതിൽ ആദ്യത്തെ പോയിന്റായിട്ട് എടുക്കാം. സ്നാനപ്പെടാത്തവർക്ക് കർത്തൃമേശ കൊടുക്കാൻ കഴിയുമെന്ന ആശയത്തിലേക്ക് ഞാൻ എത്തിയത് വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു 8 വർഷം ഞാൻ സഭാശുശ്രൂഷകനായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ സ്നാനപ്പെട്ടവർക്കേ കർത്തൃമേശ കൊടുത്തിരുന്നുള്ളൂ. അതിനുശേഷമാണ് കർത്താവിൻ്റെ ശരീരത്തെയും രക്തത്തെയും വിവേചിക്കുന്ന ആർക്കും ഈ കർത്താവിൻ്റെ തിരുശരീരത്തിൽ നിന്നും തിരുരക്തത്തിൽ നിന്നും ഭക്ഷിക്കാമെന്ന ചിന്തയിലേക്ക് ഞാൻ വന്നത്. വെളിപ്പാടുകൾ പ്രോഗ്രസീവ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം വെളിപ്പെടുത്തിയ വെളിപ്പാടുകൾ അതിൽ തന്നെ പൂർണ്ണമാണ്. പക്ഷേ എൻ്റെ മനസ്സിലാക്കലിൽ അതിന് വളർച്ചയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ ഒരിക്കലും ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, മുതിർന്ന ശേഷം ശിശുവിനുള്ള തേച്ച് കളഞ്ഞു എന്ന വാക്യത്തിൻ്റെ അർത്ഥമില്ലായിരുന്നു. എനിക്ക് കിട്ടിയ വെളിപ്പാടുകളുടെ പ്രോഗ്രസ് ദൈവം എന്നെ പഠിപ്പിച്ചപ്പോൾ ഈ ആശയത്തെ കൂടുതൽ വിപുലമായി പല കാര്യങ്ങളോടുള്ള ബന്ധം ചെയ്യാനിടയാണ്. സ്നാനപ്പെടാത്തവർക്ക് കർത്തൃമേശ ഞാൻ കൊടുത്തു എന്ന ആശയത്തിന് അടിസ്ഥാനം സ്നാനപ്പെട്ടവർക്ക് കർത്തൃമേശ കൊടുക്കാവുള്ളൂ എന്ന് ബൈബിളിൽ കൽപ്പനയില്ലാത്ത, സ്നാനപ്പെട്ടവർക്ക് ബൈബിളിൽ കർത്തൃമേശ കൊടുക്കാവൂ എന്ന വേദപുസ്തക കൽപ്പന ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ അത് തിരുത്താൻ തയ്യാറാണ്. ഒരു കാര്യമുണ്ട്, നമ്മൾ പോകുന്നത് കൽപ്പന എന്നുള്ളതിന് ഉപദേശമാണ്. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ഒരു കാര്യം തിരുത്തിക്കോട്ടെ, ഈ വെളിപ്പാടുകളുടെ പ്രോഗ്രസ് എന്നല്ല പറയേണ്ടത്, ഇല്ലുമിനേഷൻ. അല്ലാതെ വെളിപ്പാടല്ല, പ്രചോദനങ്ങളുടെ പ്രകടീകരണങ്ങൾ, പ്രചോദനത്തിന്റെ വളർച്ച, വചനത്തിന്റെ ഇല്ലുമിനേഷനാണ്. പെർഫെക്റ്റ് ആണ്, ഇലുമിനേഷന്റെ പ്രോഗ്രസ്. അപ്പോ പിന്നെ ഇനി അടുത്തത് കർത്താവിന്റെ മേശ എന്ന് പറയുന്നത് കർത്താവിന്റെ മരണത്തിൽ നമുക്കുള്ള പങ്ക് അംഗീകരിച്ചേറ്റ് പറയാൻ വെച്ചിരിക്കുന്ന 2 ശുശ്രൂഷകളിൽ ഒന്നാണ്. അല്ലല്ല, ബൈബിളിൽ പറയുന്നത് കർത്താവിന്റെ മരണത്തോട് ഒന്ന് നമ്മളാക്കിയിരിക്കല്ല ബൈബിൾ. ഒന്ന് അവന്റെ സ്നാനം, അവന്റെ മരണത്തിൽ പങ്കാളികളാകാൻ സ്നാനം വിട്ടിരിക്കുന്നു അല്ലേ. ഇനി കർത്താവിൻ്റെ മേശയിൽ അവൻ്റെ ശരീരം ഭക്ഷിക്കുന്നു, അതല്ലേ അതിൻ്റെ അർത്ഥം? ശരീരം ഭക്ഷിക്കുന്നുണ്ടോ? ശരീരം ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓർമ്മ. നിങ്ങൾ മനുഷ്യപുത്രൻ മാംസം തിന്നാതെ അവൻ്റെ രക്തം കുടിക്കാതെ ഇരുന്ന നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. പെന്തക്കോസ്റ്റൽ തിയോളജിക്ക് എതിരല്ല. ശരീരം ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു നിമിഷം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേ. അതിൻ്റെ അർത്ഥം ഞാൻ ഓർമ്മയാണോ? ഒരു നിമിഷം, അതിൻ്റെ അംഗീകരണം കൂടി ഉണ്ട് അതിനകത്ത്, വെറും ഓർമ്മ മാത്രമല്ല. ഞാനൊന്നും ഇല്ല, വസ്തുമാറ്റമല്ല, പറഞ്ഞുതരാം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാനിത് വ്യക്തമാക്കി. കാരണം ഞാൻ വടക്കായിരുന്ന സമയത്ത് ഞങ്ങളുടെ സഭയിൽ ഒരു അച്ചായൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പം അദ്ദേഹത്തിൻ്റെ വണ്ടി ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. ഈ ലോഡ് എടുക്കുന്നൊരു വണ്ടിയാണ്. പുറയിൽ 6 പേരുണ്ടായിരുന്നു. മായാപുരി എന്നൊരു സ്ഥലത്തോട് ഇങ്ങനെ ഫ്ലൈ ഓവർ കയറി ഇറങ്ങി ചെല്ലും. സ്പീഡിലായിരുന്നു പോകുന്നത്. പുതിയ വണ്ടിയായിരുന്നെങ്കിൽ എൻ്റെ ഫ്രണ്ട് വീൽ അങ്ങ് ജാമായി, വണ്ടി തലകുത്തി അടിച്ചു. പുറയിൽ 6 പേരുണ്ടായിരുന്നു. ഈ 6 പേരിൽ 5 പേരും ഓൺ ദ സ്പോട്ട് മരിച്ചു. 6-ാമൻ മാരമായി മുറിപ്പെട്ടു. ഈ ക്യാബിൻ 2 പേരും അച്ചാനും വേറെ അവർക്കൊന്നും പറ്റിയില്ല. പോലീസ് പുറകെ വന്നു. 5 മൃതശരീരം ഫുട്പാത്തിലോട് നിരത്തി വെച്ചു. 6-ാമനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പോലീസ് വന്നു, ഒരു സബ് ഇൻസ്പെക്ടർ വന്നു, ജീപ്പ് ചോടി ഇങ്ങോട്ടിറങ്ങി കയ്യിൽ ലാത്തിമായിട്ട് വന്നിട്ട് അച്ചാനോട് വലിയൊരു സൈസ് അച്ചാൻ, പുള്ളിക്കാരൻ ഇഷ്ടംപോലെ ഡ്രൈവേഴ്സ് ഉള്ളതാണ്. അന്ന് ചുമ്മാ രാവിലെ ഇന്നലെ പോയതാണ്. കയ്യിലിരുന്ന ലാത്തി കൊണ്ട് 5 പേരുടെയും മൃതശരീരങ്ങൾ ചെക്ക് ചെയ്തു, ഒരനക്കമില്ല. കയ്യിലിരുന്ന് ലാത്തി കൊണ്ട് അച്ചാൻ്റെ കോടവേറിനൊരു കുത്തി. അതിന് മുമ്പേ ചോദിച്ചു, ഖോൻ ഗാഡി ചലായ, ആരാ വണ്ടി ഓടിച്ചെന്ന് ചോദിച്ചു. 5 പേര് മരിച്ചത് ഉറപ്പിച്ചു വെച്ചു. ഖോൻ ഗാഡി ചലായ. പിന്നെ ഈ അച്ഛൻ മുമ്പോട്ട് മേനെ ചലായ ഞാനാ ഓടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മരിച്ചത് 5 ഹിന്ദിക്കാരൻ, ഓടിച്ചവൻ മലയാളി മദ്രാസി. തൂ കുത്തേ, തൂ 5 ജൻ കാ മാംസ ഖായ, തൂ 5 ജൻ കാ ഖൂൻ പിയ, തൂ കുത്തേ. കയ്യിൽ നിന്ന് രാത്രി കൊണ്ട് വയറിന് ഒരു കുത്തു കൊടുത്തിട്ടാണ്. നായേ, നീ 5 പേരുടെ മാംസം തിന്നോ, നീ 5 പേരുടെ രക്തം കുടിച്ചോ നായേ. വാട്ട് ഡസ് ഇറ്റ് മീൻ? ആ ഉദാഹരണം ഞാൻ വാക്കുകളുടെ അർത്ഥം, പുള്ളിക്കാരന് ഒരു തുള്ളി രക്തം പോലും പുള്ളിയുടെ ചുണ്ട ചെന്നില്ല, ഒരു തുള്ളി മാംസം പോലും കഴിച്ചില്ല. 5 പേരുടെ ശരീരം തകരുവാനും 5 പേരുടെ രക്തം ചിന്തുവാനും താൻ ഉത്തരവാദിയും കാരണക്കാരനായതാണ്. ഇതേ അർത്ഥത്തിലാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. കാരണം ബിബ്ലിക്കൽ ആർഗ്യുമെന്റ് അഗൈൻസ്റ്റ് അല്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമായ അപ്പത്തിൽ നിന്ന് ഒരു അല്പം മുറിക്കുമ്പോൾ ആ ശരീരം തകർക്കുവാൻ ഞാൻ കാരണക്കാരൻ, ആ രക്തം ചിന്തുവാൻ ഞാൻ കാരണക്കാരൻ അംഗീകരിക്കുക.
ആ അംഗീകരണം ഏറ്റവും അപ്പൊ അത് ആ മരണത്തിൽ അംഗീകാരം ഇല്ലെന്നൊന്നും ആരും പറയുന്നില്ല. അതെ, ആ മരണത്തിൽ എനിക്കുള്ള പങ്ക്, അവ രണ്ടും കർത്താവിന്റെ മരണത്തിൽ നമുക്കുള്ള പങ്ക് ഏറ്റുപറയുന്നതാണ്. ഞാൻ എടുത്ത് ഒറ്റ ക്വസ്റ്റ്യനേ പറഞ്ഞോട്ടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്ന ഇതിൽ ഒന്നാമത്തത് ഒരിക്കലായിട്ട് ചെയ്യേണ്ടതും സ്നാനം, ഒന്നാമത്തത് ഒരിക്കലായിട്ട് ചെയ്യേണ്ടതും, രണ്ടാമത്തത് കൂടി വരുമ്പോഴൊക്കെയുമില്ല, നമുക്ക് ഒരു പീരിയോഡിക്കായിട്ട് റെഗുലറായിട്ട് ചെയ്യേണ്ടതുമാണ്. അല്ല, ഒന്നാമത്തത് ചെയ്യാതെ ഇതിൽ ഒരിക്കലും ഒരാൾ പങ്കാളികളാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വേദപുസ്തകത്തിന്റെ വേദപുസ്തകത്തിന്റെ ഉപദേശത്തിന് ഇത് ചേരുന്നില്ല. വേദപുസ്തകത്തിന്റെ ഉപദേശം തീർന്നില്ല ബ്രദറെ, ഒരു നിമിഷം കൂടി. അടുത്തത്, ഇനി കർത്താവിന്റെ മേശയിൽ പങ്കാളികളാകുന്നവരെല്ലാം അപ്പം ഒന്നാകൊണ്ട് പലരായ ഒരു ശരീരസ്ഥരാകും. അപ്പം ആ ബന്ധം വേണം, ആ കൂട്ടായ്മ എന്ന് വേണം. സ്നാനത്തിലാണ് നമ്മൾ കർത്താവിനെ ധരിക്കുന്നത്, ക്രിസ്തുവിലാകുന്നവരോട്, ക്രിസ്തുവിനെ ധരിക്കുന്നവരോടാണ് എനിക്ക് കൂട്ടായ്മയുള്ളത്. അതുകൊണ്ടാണ് സ്നാനത്തിൻ്റെ പ്രാധാന്യം, രക്ഷാനുഭവത്തിലെ സ്നാനത്തിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തിക്കൊണ്ടാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സ്നാനത്തിൽ രക്ഷയില്ല, പക്ഷേ വിശ്വസിക്കുന്നവൻ അതിൻ്റെ അനുസരണമായി നിർബന്ധമായും സ്നാനമേറ്റിരിക്കും. സ്നാനപ്പെട്ടേ ഒക്കുമെങ്കിൽ, സ്നാനപ്പെടാൻ അവസരമുണ്ടായിട്ടും അതിന് വിധേയപ്പെടാതെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ ഉപദേശത്തിന് കടകവിരുദ്ധമാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി തിരുത്തണം. അല്ല, അതിന്റെ ആശയം ഒരു ഭാഗം മാത്രം കൺക്ലൂഷനിലേക്ക് എത്തിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വിഷയത്തിനകത്തുള്ള ക്ലാരിറ്റി DVD-കളിലൂടെ എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, അതൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള മെസ്സേജായിരുന്നു. ഞങ്ങൾ വേറൊരു ഗ്രൂപ്പിനോട് സംസാരിച്ചൊരു മെസ്സേജല്ല. ആ മെസ്സേജ് കേട്ടിട്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യണമെന്നുള്ള ആഗ്രഹമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. അതുകൊണ്ട് ടെലികാസ്റ്റ് പോലും അത് ചെയ്തില്ല. നോർമലി നമുക്ക് എന്തെങ്കിലും ഒരു ആശയമുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് പേജിലുള്ളവരെല്ലാം ഈ ഡോക്ടറിൻ ഫോളോ ചെയ്യുന്നവരാണ്. 10,000 ലൈക്സ് എനിക്കുണ്ടെങ്കിൽ 10,000 പേരും ഈ ഡോക്ടറിൻ ഫോളോ ചെയ്യുന്നത്. എൻ്റെ ഗ്രൂപ്പിനോട് അല്ലെങ്കിൽ പർട്ടിക്കുലർ വ്യക്തികളോട് ഞാൻ സംസാരിച്ച വിഷയം, ആ സംസാരിച്ച വിഷയത്തിനും ബിബ്ലിക്കൽ ബേസിസ് എനിക്കുണ്ട്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു വിശ്വാസ സ്നാനം എന്ന ഉപദേശം നിലവിൽ വരുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് തൻ്റെ ശരീരവും തൻ്റെ രക്തവുമാണെന്ന് പറഞ്ഞ് അപ്പവും വീഞ്ഞും കൊടുത്തെങ്കിൽ ഞാനും കൊടുക്കും. കർത്താവ് കൊടുത്തെങ്കിൽ ഞാനും കൊടുക്കും. കർത്താവ് കൊടുത്തില്ലേ ഞാനും കൊടുക്കുകയില്ല. ഇതിനെന്താ എക്സ്പ്ലനേഷൻ? ഈ വിശ്വാസ സ്നാനം എന്നുള്ള ഉപദേശം എന്നാ നിലവിൽ വന്നത്? അപ്പോസ്തല പ്രവൃത്തിയിലായിക്കോട്ടെ, കർത്താവിന്റെ മരണത്തിന് ശേഷം ആയിക്കോട്ടെ, മരണപുനരുത്ഥാനങ്ങൾക്ക് ശേഷമാണ്. മരണപുനരുത്ഥാനങ്ങൾക്ക് ശേഷം കാരണം എങ്കിലേ അത് പ്രസക്തമാണ്. അതുകൊണ്ടാണ് കുരിശിലെ കള്ളൻ സ്നാനപ്പെടുന്നില്ല. അത് ആ ഗ്രൂപ്പിൽ വരുന്നില്ല. കുരിശിലെ കള്ളൻ പരദീസിലോട്ടല്ലേ? അല്ല, കുരിശിലെ കള്ളന് സ്നാനപ്പെട്ടില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. കുരിശിലെ കള്ളന് അത് വിഷയമല്ല. അവൻ സ്വർഗത്തിൽ അല്ലെങ്കിൽ പഴയ വിശുദ്ധന്മാർ മരിക്കുന്നവർ പാതാള പരദീസിലോട്ട് തന്നെയാണ് പോയത്, അല്ലാതെ അവന് വ്യത്യസ്തമല്ല. ഈ സ്നാന ഉപദേശം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്നാനത്തിന്റെ പ്രാധാന്യം കുറയ്ക്കാനായിട്ട് ചില പറയുന്നതാണ്. അതാ പറഞ്ഞേ. അല്ല, സജിത്ത് സ്നാനത്തെ എതിർക്കുന്ന ആളല്ല. അപ്പൊ അങ്ങനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള വെള്ളത്തിൽ ഇറങ്ങിയുള്ള നിമജ്ഞന സ്നാനം വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഗ്രൂപ്പ് ക്രൈസ്റ്റ് കമ്മ്യൂണിറ്റി. പക്ഷേ ഈ സ്നാനത്തിന് കമ്മലൂരേണ്ട ആവശ്യമില്ല, മാലൂരേണ്ട ആവശ്യമില്ല. യേശുവിനോട് ചേരാൻ സ്നാനം ഏൽക്കുന്നതിന് മീശ പിടിക്കേണ്ട ആവശ്യമില്ല, വെള്ളക്കുപ്പായ ഇടേണ്ട ആവശ്യമില്ല. ഇതാരെങ്കിലും അത് ബ്രദറിന്റെ ആശയമായിരിക്കും. ശവസംസ്കാരം ഇവിടുത്തെ അല്ല, ആദ്യം ഇതൊക്കെ പറഞ്ഞു, പിന്നെ ഇപ്പൊ ഇത് അതിനകത്ത് മാറ്റം ഇവിടുത്തെ സബ്ജക്ട് അല്ല. ഇവിടുത്തെ സബ്ജക്റ്റിൽ ഞാൻ പറഞ്ഞതിന് ആൻസറാ. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് വാട്ടർ ബാപ്റ്റിസം എന്ന ഉപദേശം, വിശ്വാസ സ്നാനം ഉപദേശിക്കുന്നതിന് മുമ്പേ ലോർഡ് സപ്പർ കൊടുത്തു. അതിന് എക്സ്പ്ലനേഷൻ ഉണ്ട്. അതായത് ഈ ജഡശരീരത്തിൽ ഇരിക്കുമ്പോൾ കൊടുത്തോ ഇല്ലയോ നിർവഹിക്കേണ്ട ഒരു ശുശ്രൂഷയാകയാൽ തന്റെ ശരീരത്തിൽ കൊടുത്തോ ഇല്ലയോ, തന്റെ ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് അത് സ്ഥാപിക്കാനായിട്ട് ഇങ്ങോട്ട് നോക്കി അത് ചെയ്തു. സത്യം പറ, കൊടുത്തോ ഇല്ലയോ? ജഡശരീരത്തിൽ ഇരിക്കുമ്പോൾ
അത് ചെയ്യേണ്ടതായതുകൊണ്ട് അത് ചെയ്തു. ഇല്ല അത് പോട്ടെ. അങ്ങനെ ഞാനിപ്പോൾ എനിക്ക് എൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനാണ്. പക്ഷേ ഞാൻ ഇതിനകത്തൊരു വലിയൊരു ഇതൊരു ഇഷ്യൂ ആയിട്ട് എടുക്കാൻ കാര്യം ഞാൻ ആ കാര്യമല്ല ഞാൻ ഇവിടെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മുടെ സമയവുമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും, അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഈ മരണപുനരുത്ഥാനങ്ങളോടുള്ള ഏകീഭാവം എന്ന് പറയുന്ന കാര്യം അതിന് മുമ്പ് കൊടുത്തത് കൊണ്ട് അതായത് അതിന് മുമ്പ് കൊടുത്തത് കൊണ്ട് അത് വിശ്വാസ സ്നാനമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ പ്രശ്നം അതാണ്. അതിനു മുമ്പും ഇത് വിശ്വാസ സ്നാനമാണ്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരായ ആളുകൾ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നതിനും ഞാൻ ക്രൂശിൻ്റെ ആളാണ്. ക്രൂശിലൂടെ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിൽ ഇതിപ്പോ വിഷയം എവിടെയാണെന്ന് അറിയാം. നമ്മൾ ഇതിനെ 7 കൽപ്പനകൾ എന്ന് പറയുന്ന വിഷയത്തിൽ വന്നുകൊണ്ടാണ് അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ മരണം കൊണ്ട് മാത്രമേ ആദാം തൊട്ട് ആരുടെ പാപങ്ങളാണെങ്കിലും മോചിക്കപ്പെടുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിലുള്ള ക്രൂശുമരണത്തിലൂടെ തന്നെ അവർ സംഭവിക്കാൻ പോകുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് പഴയ വിശുദ്ധന്മാർ രക്ഷ പ്രാപിച്ചു. സംഭവിച്ച് കഴിഞ്ഞ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ രക്ഷ പ്രാപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ സ്നാനം വിശ്വാസ സ്നാനമല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഒന്ന്, ദാറ്റ് ഈസ് മൈ അണ്ടർസ്റ്റാൻഡിങ്. ദെൻ ഇനി അങ്ങനെയാണെങ്കിൽ പോലും നമ്മളിപ്പം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ വൺ വേ ഇന്നലെ തൊട്ട് വൺ വേ വെച്ചതാണെന്ന് വെച്ചു. ഇന്ന് രാവിലെ തൊട്ട് ഇത് വൺ വേ ആണ്. ഇന്നലെ ഞാൻ ഇതിലെ വൺ വേ തെറ്റിച്ച് വന്നു. അത് എന്നെ ഇന്ന് കണക്കിടുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത് നിയമമായിരുന്നില്ല. വൺ വേയുടെ ബോർഡ് വെച്ച് കഴിയുമ്പോഴാണ് ഇത് നിയമമാകുന്നത് എന്നതുപോലെ ഞാൻ പറഞ്ഞതിൻ്റെ എനിക്ക് മനസ്സിലായി. വൺ വേയുടെ ബോർഡ് വെച്ച് കഴിഞ്ഞ് തെറ്റിക്കുമ്പോഴാണ് ഇപ്പം യേശുക്രിസ്തു വിശ്വാസ സ്നാനം ഏൽക്കാത്തതായ ശിഷ്യന്മാർക്ക് കൊടുത്തോ എന്നുള്ള ഒരു ചോദ്യം അന്ന് അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്കത് വിശ്വാസ സ്നാനം തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യം അതിനുശേഷം വേറെ ആരും സ്നാനപ്പെടുത്തിയില്ലല്ലോ. അതല്ലെങ്കിൽ വിശ്വാസ സ്നാനം അല്ലെങ്കിൽ ഇതിനോടുള്ള ബന്ധത്തിലൊക്കെ എന്റെ എക്സ്പ്ലനേഷൻ ഇസ് ഡിഫറെന്റ്. ഓക്കെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞപ്പോൾ നമ്മളിവിടെ അതെല്ലാം ഞാൻ അതിന്റെ അകത്ത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ ഇപ്പൊ അച്ഛൻ പറഞ്ഞു ഒരു ടോപ്പിക്കിനോടുള്ള ബന്ധത്തിൽ ഞാൻ അച്ഛനോട് പറഞ്ഞ ഒറ്റ ആൻസറേ ഉള്ളൂ. അതിന് അച്ഛൻ ആൻസർ ചെയ്യുന്നെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ആ വിഷയം തൽക്കാലം നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഞാനെപ്പോഴും പറയാറുണ്ട് ലെറ്റ് us not major on minors on minor on majors എന്ന് പറയും. സജിത്ത് പറയുന്ന എന്നോട് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്? യേശു ശിഷ്യന്മാർക്ക് കൊടുത്തു. അച്ഛാ ഇതിന്റെ അകത്ത് അച്ഛൻ പറയുന്ന എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ആർക്കും പറയാൻ പോകുന്ന എക്സ്പ്ലനേഷൻ അപ്പസ്തോല പ്രവൃത്തിയിൽ സ്നാനപ്പെട്ടവർക്ക് കർത്തൃമേശ കൊടുത്തേ. അപ്പസ്തോല പ്രവൃത്തിയിൽ ഇതേ അപ്പസ്തോല പ്രവൃത്തിയിൽ തന്നെ പരിശുദ്ധാത്മാവ് സ്നാനപ്പെടുന്നതിന് മുമ്പേ വന്നിട്ടുണ്ട്. ഞാനും അനുഭവം പ്രാപിച്ച ആളാ. ഇന്നത് കഴിഞ്ഞിട്ട് ഇന്നത് ചെയ്യാവൂ, ഇന്നത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്ന ഓർഡർ ഇതെല്ലാം ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ആൾക്കാർ പറയുന്നു അപ്പം തിന്നാൻ വേണ്ടി മാത്രമാണ് സജിത്തിന്റെ ആൾക്കാർ പോകുന്നത്, അടുത്ത ആൾക്കാർ പോകുന്നത്. ഇത്രയും നുറുക്കുള്ള അപ്പം തിന്നാൻ വേണ്ടി വണ്ടി കയറി കൺവെൻഷൻ കൂടാൻ ഒരു കൺവെൻഷൻ ഇത് ചെയ്യുന്നെങ്കിൽ ആ കൺവെൻഷനിൽ 1% പോലും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കൺവെൻഷന് വരുന്നവരുടെ സ്തോത്ര കാഴ്ച എനിക്ക് വേണം, അല്ല ചർച്ച വരുന്നവരുടെ സ്തോത്ര കാഴ്ച എനിക്ക് വേണം, അവരുടെ കൈയടിക്കുക എനിക്ക് വേണം. കർത്താവിന്റെ ശരീരത്തിന്റെ കാര്യം വരുമ്പം നീ അങ്ങോട്ട് മാറി നിൽക്കുക. റെയ്നാഡ് ബോങ്കെ സിഫാന്റെ ഓർഗനൈസേഷനിൽ റെയ്നാഡ് ബോങ്കെ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് നല്ലൊരു കൊട്ടേഷൻ എഴുതിയത് ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു. വി ലോസ്റ്റ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. നമുക്കൊരു വലിയ അവസരം നഷ്ടപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, പാപികളെ കർത്താവിന്റെ ശരീരവുമായിട്ട് അടുപ്പിക്കാനുള്ള നല്ലൊരു അവസരം നമ്മൾ ഈ കണ്ട കാലത്തോളം കളഞ്ഞു വിളിച്ചു. സീഫാൻ എന്നിട്ട് എഴുതിയപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ താഴെ എഴുതുക, ഇനി ആ അവസരം ആരും കളഞ്ഞു വിളിക്കരുത്. സെയിം പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. റെയ്നാഡ് ബോങ്കെ പറഞ്ഞ സീഫാന്റെ സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. അതിന്റെ അർത്ഥം ഇന്ന് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും വിശ്വാസ സ്നാനം വേണ്ടെന്നോ വിശ്വാസ സ്നാനം ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ ആരെങ്കിലും പറഞ്ഞ തെറ്റാ. കാരണം അപ്പോസ്തോൽ യേശു സ്വർഗാരോഹണം ചെയ്തു പോയപ്പോൾ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം പറഞ്ഞതാണ്, ഗോയിങ് ടു ദ ഭൂമിയുടെ അറ്റത്തോളം പോകുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുകയും. ഞാൻ 100% അത് വിശ്വസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനം കഴിഞ്ഞ ആഴ്ച 120 പേർക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞു. അത് വേണ്ടെന്ന് ഇവിടെ ആരും പറയുന്നില്ല. പക്ഷെ കർത്താവിൻ്റെ ശരീരവുമായിട്ട് ഒരു പാപി അല്ലെങ്കിൽ ആരായിക്കോട്ടെ ആ വ്യക്തി ബന്ധപ്പെടാൻ വരുമ്പോൾ അവനെ മാറ്റി നിർത്തണമെന്ന ആശയത്തോട് വ്യക്തിപരമായി എനിക്ക് അല്ല വരുന്ന പേഴ്സൺ യേശു അവന് വേണ്ടി മരിച്ചു എന്ന തിരിച്ചറിവ് ലഭിച്ച ശേഷം
അതാ എൻ്റെ പോയിന്റ്. സഹിച്ച ഞാൻ ഇതിൻ്റെ പറയുന്ന പോയിന്റ് കുറച്ചുകൂടെ ഡിഫറെൻറ്റാണ്. ഒരു മീറ്റിങ്ങിൽ ഒരു വ്യക്തി വന്നു. അവിടെ നമ്മുടെ ലോർഡ് സഫറിൻ്റെ ഇത് ലൈവ് സ്ട്രീമിൽ കണ്ടാൽ അറിയാം. ഞാൻ ഏത് സമയത്താണെങ്കിലും ഒരു 50 minutes എടുക്കാറുണ്ട്. ദിസ് ഈസ് ദ ബോഡി വിച്ച് ഈസ് ബ്രോക്കൺ ഫോർ യുവർ സിൻ ആൻഡ് ദിസ് ഈസ് ദ ബ്ലഡ് വിച്ച് ഈസ് ഷെഡ് ഫോർ യുവർ സിൻ. ഈ തിരിച്ചറിവില്ലാത്ത ഒരാൾ പോലും ഇതിൽ നിന്ന് ഭാഗവാക്കാകരുത്. ഇന്നെ കേൾക്കുന്ന 100 ആൾക്കാർ സ്വയശോധന എക്സ്പ്ലനേഷൻ വെൽ എക്സ്പ്ലനേഷൻ ഞാൻ ആ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അച്ഛൻ അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് ചോദിക്കാൻ അപ്പൊ അവിടെ നിൽക്കാം. സ്വയശോധന നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് എടുക്കാം. സ്നാനത്തിന്റെ കാര്യം അങ്ങ് നിർത്ത കാര്യം അത് പോട്ടെ. സ്വയശോധനക്കാനുള്ളതാണോ ഇത്, അതോ വിശുദ്ധന് ഭാഗമാക്കാനുള്ളതാ? അശുദ്ധനെ വിശുദ്ധനാക്കാനുള്ളതാണ് തിരുവത്താഴം എന്നുള്ളത് വളരെ തെറ്റായ ടീച്ചിങ്. അത് ബൈബിളിൽ ഇല്ല. ഞാൻ 100% വിശ്വസിക്കുന്നത് ഈ ബോഡിയുടെയും ഈ രക്തത്തിന്റെയും ഓർമ്മ, ഇതിന്റെ ഓർമ്മ, ഈ കർമ്മം അശുദ്ധനെ വിശുദ്ധനാക്കും എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടോട്ടലി റോങ്. ആ കർമ്മത്തിന് ഇപ്പൊ അപ്പം തിന്നുമ്പോ ഒരു വിശുദ്ധനാവും എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റോങ്. ബിബ്ലിക്കൽ തിയോളജിക്ക് അത് എഗനിസ്റ്റ്. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, അവിശ്വാസത്താല. പക്ഷേ കർത്താവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ഓർമ്മ ഓരോ ദിവസവും എന്നെ പ്യൂരിഫൈ ചെയ്യും, വിശുദ്ധനാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുന്നത് അച്ഛൻ ഞാൻ പറയട്ടെ. അച്ഛൻ ഈ പറഞ്ഞു വന്ന ആശയത എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുന്ന വായിച്ച പോയിന്റ് നമ്മൾ സംസാരിച്ചു. ഓർമ്മയ്ക്കായി ചെയ്യണം, പക്ഷെ ഓർക്കുന്നതും ചെയ്യുന്നതും ഞാൻ പറയുന്നത് ഞാൻ എന്നും ഓർക്കുന്നു, പക്ഷെ എന്ന് ഞാൻ ചെയ്യുന്നില്ല. ഈ വിഷയം സായിച്ചാൻ ആ മെസ്സേജ് കേട്ടോ? സജിത്ത് പറഞ്ഞ മെസ്സേജ്, ലോർഡ് സഫറിന്റെ മെസ്സേജ്. I think I have seen it. യൂട്യൂബിനകത്ത് വന്നതാണോ? യൂട്യൂബിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിനകത്തല്ല, ഫേസ്ബുക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് തന്നെത്താൻ ശോധന ചെയ്യണം. വിധിക്ക് 3 വാക്കുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ട്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ഓക്കെ. അപ്പൊ അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഈ എക്സ്പ്ലെയിൻ ഇത് അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം അങ്ങനെ ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ മരണത്തെ, അതുകൊണ്ട് അയോഗ്യമായി ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവനൊക്കെയും കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ സംബന്ധിച്ച് കുറ്റക്കാരനാണ്. ഈ അല്ല ഇപ്പൊ ഇതിനകത്ത് അയോഗ്യമായി എന്നുള്ള വിഷയം പക്ഷെ അത് ഞാൻ കേട്ടതാ, പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പില്ല. മാനർ അല്ല, അതൊക്കെ നമ്മളെ ഈ കംപ്ലീറ്റ് ആയിട്ട് കിടപ്പുണ്ട് സജിത്ത്. സകല കാര്യങ്ങൾ കിടപ്പുണ്ട്. അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റിലേക്ക് ഒന്നും വരണ്ട. ഞാൻ പറഞ്ഞത് അതുപോലെ ഞാൻ പറഞ്ഞത് ഒറിജിനൽ ടെക്സ്റ്റിലേക്ക് എന്താ വരാതെ? ഒറിജിനൽ ടെക്സ്റ്റിനകത്ത് ഒരു പ്രശ്നമില്ല. കോമൺ സെൻസ് ഒന്നും അല്ല. ഒറിജിനൽ ടെക്സ്റ്റിനും ഒരു മാറ്റമില്ല. ഒറിജിനൽ ടെക്സ്റ്റ് എടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടിരിക്കാം. അത് കുഴപ്പമില്ല. ഇവിടെ സജിത്ത ഇവിടെ 3 കാര്യങ്ങളാണ് അവിടെ ബോഡി എന്ന റിലേഷനിൽ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ പെന്റിക്കോസ്റ്റൽ ടീച്ചിങ് പോലും അല്ല ഞാൻ ഈ പറയുന്നത്. പെന്റിക്കോസ്റ്റൽ ടീച്ചിങ് പറഞ്ഞു കഴിഞ്ഞാൽ പല പെന്റിക്കോസ്റ്റൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ പറയുന്നത് റിമെമ്പർ ദ ബോഡി ഓഫ് ജീസസ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് എക്സാമിൻ ദ ബോഡി, അത് എൻ്റെ ശരീരമാണ്. ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ പറയാണ്. എക്സാമിൻ യുവർ സെൽഫ്. അവിടെ ബോഡിയാണ് ശരിക്കും പറയുന്നത്. ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആദ്യത്തേത് ലോർഡ്സ് ബോഡി, ആദ്യത്തേത് ലോർഡ്സ് ബോഡി എന്ന് പറയുന്നത് ദ ഫിസിക്കൽ ബോഡി വിച്ച് വാസ് ബ്രോക്കൺ ഫോർ യു. Yeah, for us. That is a one thing. Okay. Second thing is examining my life. Body ennoda parayunnathu. Examining yourself when you participate in the Lord's Supper in an worthy manner or unworthy manner. Alla, adu construction angane alla. Adinte construction angane alla. Potta ഞാൻ പറയാം. മൂന്നാമത് discern the body of the Lord. ഈ ആദ്യത്തേത് റിമെമ്പറിങ്, രണ്ടാമത്തേത് എക്സാമിനിങ്, മൂന്നാമത് ഡിസേണിങ്. ഈ മൂന്ന് അർത്ഥത്തിലാണ് നമ്മൾ കാണേണ്ടത്. ഇത് 3 എടുക്കാം. ഓക്കെ, ആദ്യത്തേത് എടുക്കാം. ആദ്യത്തേത് എന്താ? ആദ്യത്തേത് പറഞ്ഞ ചിന്തയിലൂടെ നമുക്ക് വരാം. ആദ്യത്തേത് എന്താ? ആദ്യത്തേത് റിമെമ്പറിങ് ദ ബോഡി ദാറ്റ് ഈസ് ബ്രോക്കൺ ഫോർ മീ. ഒരിക്കലായി എന്നേക്കുമായി തകർക്കപ്പെട്ട ശരീരത്തെ ഓർക്കുക. ഓക്കെ, ഓർമ്മ. അത് വേണ്ടെന്ന് സജിത്ത് പറഞ്ഞിട്ടില്ല. ഇല്ല, സജിത്ത് പറഞ്ഞെന്നല്ല ഈ പറയുന്നത്. അല്ല, സജിത്ത് ആദ്യത്തേത് ലോർഡ്സ് ബോഡി, കർത്താവിന്റെ ശരീരത്തെ ഓർക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. രണ്ടാമത് ഈ എക്സാം യുവർ സെൽഫ് എന്ന ആശയത്തിലാണ് ഒരു ചെറിയൊരു ഡിഫറൻസ് ടീച്ചിങ് അതിലും ഇതിലും ഉള്ളത്. വേറെ ഒന്നിലും വ്യത്യാസമില്ല.
സായിച്ചാൻ പറയുന്ന സായിച്ചാൻ ഇപ്പൊ വാസ്തവത്തിൽ പറയുന്നത് പെന്റക്കോസ്റ്റൽ ഐഡിയ അല്ല, ആയിരിക്കത്തില്ല. അതുപോലെ ഞാൻ പറഞ്ഞത് ഈ രണ്ടാമത്തെ ആശയത്തിൽ പറയുന്നതിനകത്ത് എക്സാം യുവർ സെൽഫ് എന്ന് പറയുന്നതിന് മുമ്പേ വിശദീകരിച്ചിട്ടുണ്ട്. ഫോർ വാട്ട് യു ഹാവ് ടു എക്സാം, എന്തിനു വേണ്ടി സ്വയം പരിശോധന നടത്തണം. അത് POC ബൈബിളിൽ അത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ ലളിതമായിട്ട് കിട്ടുന്ന കാര്യം ബൈബിളിൽ അത് സജിത്ത് പറഞ്ഞ പോലെ അല്ല, ഇപ്പൊ കിടക്കുന്ന പോലെ നമുക്ക് വായിക്കാം. POC ബൈബിളൊന്നും എൻ്റെ കിടപ്പുണ്ട്, നോക്കിയോ അല്ലെ? ഓക്കെ, ഞാൻ പറഞ്ഞത് POC ഇത് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇപ്പോൾ അതിനകത്ത് യുനോ മനുഷ്യൻ തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം തന്നെ ഭക്ഷിക്കുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്താൽ അതല്ല നമ്മൾ പറയുന്നത്. 28ാമത്തെ വാക്യം. അതിനാൽ ഓരോരുത്തരും ആത്മപരിശോധന നടത്തിയതിന് ശേഷം ഇത് കണ്ടോ, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ 26 അച്ഛാദേശി നിങ്ങൾ അപ്പം ഭക്ഷിക്കുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുമ്പോഴൊക്കെയും കർത്താവിന്റെ മരണം, തന്റെ പ്രത്യാഗമനം എന്നിവയെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. 28 അതിനാൽ ഓരോരുത്തരും ആത്മപരിശോധന തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയോ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയോ ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റി. അച്ഛനോട് മുമ്പേ ഞാൻ 2 ചോദ്യം ചോദിച്ചു. അച്ഛൻ അതിന് 2 മറുപടി. ഇപ്പൊ ഞാൻ സായിച്ചാൻ സംസാരിക്കുന്നതിനാ മറുപടി പറയാം. എനിക്ക് അപ്പൊ ഞാൻ മറുപടി പറയാതെ ഒരു ചോദ്യമെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് അവസരം കാണും. മറുപടി തന്നോ? യു ആർ ദ ജഡ്ജ്. കർത്താവ് കർത്തൃമേശ കൊടുത്തത് സ്നാനപ്പെട്ടവർക്കാണോ അല്ലേ? അച്ഛൻ അതിന് മറുപടി തന്നോ? അച്ഛൻ പറഞ്ഞു മരണത്തിന്റെ പ്രത്യാഗമനത്തിന്റെ വരവില. ഞാൻ പ്രധാനോട് പറഞ്ഞു, കർത്താവ് തന്റെ ശിഷ്യന്മാർ കർത്തൃമേശ സ്ഥാപിച്ചത് കർത്താവിന്റെ ശിഷ്യന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ബ്രദർ സാജുവിന് പറഞ്ഞു കാര്യം മനസ്സിലായത്. ഇപ്പം കർത്താവിന്റെ മേശയുടെ ഒരു എക്സ്പ്ലനേഷൻ പ്രത്യേകിച്ച് അപ്പോസ്റ്റലന്മാർ നമുക്ക് തന്നിരിക്കുന്നത് അല്ല നമ്മൾ എടുക്കുന്നത്. അതെടുക്കുമ്പം ഇപ്പം കേൾവിക്കാരവർ കേൾക്കുമ്പോഴും മറ്റും നോക്കുമ്പം സജിത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാട് അതിനെപ്പറ്റി ഉണ്ടായിരിക്കാം. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് ഓക്കെ. അല്ല അത് സജിത്തിന്റെ കാഴ്ചപ്പാട്. സജിത്തിന്റെ കാര്യം ഞാൻ ഏത് ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നില്ല. ഏത് 2 ചോദ്യങ്ങൾ എനിക്ക് ഒന്ന് കർത്താവിന്റെ അല്ല കർത്താവ് അയോഗ്യതയോന്നുള്ളത് എങ്ങനെയാണ് സജിത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അയോഗ്യതയോടെ ഇവിടെ അയോഗ്യതയോടെ എന്ന് ഞാൻ ആ വീഡിയോക്കകത്ത് ക്ലിയർ ആയിട്ട് കേൾവിക്കാർക്ക് വേണ്ടി ഞാൻ കൊരിന്ത്യൻസ് ദയവായിട്ട് എടുത്താട്ടെ ഇന്ന് ഈ ടോക്ക് ഷോയിൽ പങ്കെടുക്കുന്ന പ്ലീസ്. നിങ്ങൾക്ക് വെദർ ഇത് നിങ്ങൾ അംഗീകരിക്കണമെന്നോ ഉൾക്കൊള്ളണമെന്നോ ഇത് ഉൾക്കൊണ്ടേ ചെയ്യാവുള്ളെന്നോ ഒന്നും ഇതിനകത്ത് ആശയമില്ല. നിങ്ങൾക്ക് ഫ്രീ വില്ലുണ്ട്. ഇത് സജിത്തിൻ്റെ ഉപദേശമോ അല്ലെങ്കിൽ ആരുടെ ഉപദേശമോ അല്ല. ഫ്രീ ആയിട്ട് നിങ്ങൾ ബൈബിൾ വായിച്ചാട്ടെ, നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. കം വിത്ത് മീ. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലേക്ക് ഞാൻ വരികയാണ്. 11-ാം അധ്യായം തുടങ്ങുന്നത് ഒരു വിഷയത്തോടു കൂടിയാണ്. 12-ാം വാക്യത്തിൽ വരുമ്പോൾ അടുത്ത വിഷയം ആരംഭിക്കുക. ഫസ്റ്റ് സബ്ജക്റ്റ് തലേ തുണിയിടണോ വേണ്ടയോ എന്നുള്ളതാണ്. 2-ാമത്തെ വിഷയം കർത്താവിൻ്റെ ശരീരത്തെ അൺവർത്തി മാനറിലും ഇറവറൻറ്റ് പാർട്ടിസിപ്പേഷനിലും അയോഗ്യമായ വിധത്തിലും അയോഗ്യമായ രീതിയിലും ചെയ്തതിനെതിരെയുള്ള പൗലോസിൻ്റെ എഴുത്തുകളാണ് താഴേക്ക് വിശദീകരിക്കുന്നത്. അത് ഈ ആശയത്തെ ക്രോഡീകരിക്കാനായിട്ട് 2 വാക്യങ്ങൾ പിന്നെയും നിങ്ങൾക്കായിട്ട് വായിക്കുന്നു. 11-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താൻ്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. ഒരുത്തൻ വിശന്നും മറ്റൊരുത്തൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. ഭക്ഷണത്തിന് മുമ്പേ അവർ വീഞ്ഞ് കുടിച്ചിരുന്നു. സോ ലഹരി പിടിച്ച് ഒരുത്തൻ ഇരിക്കുന്നു. അടുത്തത് തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? വേഴ്സ് 22 22-ാമത്തെ വാക്യം. തിന്നാനും കുടിക്കാനും വീടുകളില്ലയോ? കർത്താവിൻ്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? അടുത്തത് നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു? ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. സോ 22-ാം വാക്യത്തിൽ ഈ കോണ്ടെക്സ്റ്റ് തുടങ്ങുമ്പോൾ കൊരിന്ത്യൻസിൻ്റെ ഇടയിൽ പൗലോസ് 3 അപരാധങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. 1, ഇല്ലാത്തവനെ ലജ്ജിപ്പിക്കുന്ന
ഉള്ളവൻ കൊണ്ടുവന്ന് ഭക്ഷിക്കുന്നു, ഇല്ലാത്തവൻ വിഷമിരിക്കുന്നു. രണ്ടാമത് പൗലോസ് വിശദീകരിക്കുമ്പോൾ പറയുന്നു, അൺവർത്തി മാനർ, തിന്നാനും കുടിക്കാനും വീടുകളില്ലേ, വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ വീട്ടിൽ ചായ കുടിക്കുന്ന പോലെ ഇതിനെ കൈകാര്യം ചെയ്യുന്നു. രണ്ടാമത്തേത് പൗലോസ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഈ വിഷയത്തിൽ. മൂന്നാമത്തേത്, ഒരുമിച്ച് വന്ന് ഇതെന്തുവാന്ന് തിരിച്ചറിയേണ്ടതിന് പകരം തിരിച്ചറിയാതെ നിങ്ങളിത് ഭക്ഷിക്കുന്നു. ഈ കോണ്ടെക്സ്റ്റ് ചെയ്യുന്നതുകൊണ്ട് താഴേക്ക് പൗലോസ് വിശദീകരണം കൊടുക്കുമ്പോൾ അയോഗ്യത എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത് താഴേക്ക് വായിക്കുമ്പോൾ ആർക്കും മനസ്സിലാവും. കാരണം മേളിൽ അയോഗ്യതയായി 3 കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് യോഗ്യത പ്രാപിക്കണമെങ്കിൽ മദ്യപിക്കരുത്, എല്ലാവരും ഒരുപോലെ ഭക്ഷണം കഴിച്ചിരിക്കണം, പിന്നെ ഇത് കർത്താവിന്റെ ശരീരമാണെന്ന് നിങ്ങൾ ചിന്തിച്ചോണം. ഈ 3 കാര്യമേ അവിടെ ഉള്ളതെന്നാണോ? അല്ല, അതിന്റെ കൂടെ ഇത് പുസ്തകത്തെ ഇത് കഴിക്കാൻ വേണ്ടി കമ്മലും മാല മരണത്തിൽ പങ്കാളിയായ ആളാണ്. അതൊന്നും വിഷയമല്ല. ഞാൻ പറഞ്ഞു മരണത്തിൽ പങ്കാളിയാൻ കമ്മലും മാല ഊരണം. ശവസംസ്കാരത്തിൽ എപ്പിസ്കോപ്പൽ സഭകൾ ആഭരണം നീക്കം ചെയ്യും. നമ്മൾ വിഷയം വിട്ടു. അതല്ല നമ്മുടെ എപ്പിസ്കോപ്പൽ സഭയുടെ സ്നാനം എന്ന് അംഗീകരിക്കും. എപ്പിസ്കോപ്പൽ സഭകളിലെ നല്ല കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാം. എപ്പിസ്കോപ്പൽ സഭകൾ പോലെ സ്നാനം കൊടുക്കുന്നതിന് എപ്പിസ്കോപ്പൽ സഭകളിലെ നല്ല ആഭരണത്തിന്റെ വിഷയത്തിൽ ഒരു ചർച്ച മറ്റൊരു ദിവസം ചർച്ച വെക്കാം. ഇന്നിപ്പം നമ്മുടെ വിഷയം അതല്ല. നമുക്ക് ഇതിലേക്ക് വരിക. എനിക്ക് മനസ്സിലായത്, അപ്പോൾ ഒരു തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് എൻ്റെതായിട്ടൊന്നും ചെയ്യാനില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു പാപം ഉണ്ടെങ്കിൽ അതിനെ ഡീൽ ചെയ്യണ്ട എന്ന പോലെയാണ്. അപ്പം ഞാൻ എന്തോ ഒരു കാര്യത്തെ ഓർത്താൽ മാത്രം ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ബ്രദർ സുജിത്ത് അദ്ദേഹം അതിനകത്ത് പറയുന്നു, തന്നെത്താൻ ശോധന കഴിച്ചാൽ ഞാൻ ഇതിൽ പങ്കെടുക്കാൻ യോഗ്യനാണെന്ന് പറയാൻ നമ്മളിൽ ആർക്കൊണ്ട് തൻ്റെ ഇടം? അതും ശരിയാണ്. അതാ അദ്ദേഹം ചോദിക്കുന്നത്. അല്ല, അത് ശരിയാണ്. പക്ഷെ അവിടെ ഏതെങ്കിലും കുറ്റത്തെ കുറിച്ച് ബോധമുണ്ടെങ്കിൽ അത് തിരുത്തണം. തിരുത്താതെ കർത്തമേശോട് അടുക്കരുത്. അതെ, അത് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മൾ ശോധന ചെയ്യുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് ബോധ്യം തരും. ആ ബോധ്യം തരുമ്പോൾ നമ്മളോട് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് ആദ്യം, രണ്ടാമത് മനുഷ്യരോട്. ഈ ബോധ്യത്തിന് എന്തിനും മേശമേ വരണം. അതെപ്പോഴും ഉണ്ടാവും. എപ്പോഴാ ബോധ്യം പരിശുദ്ധാത്മാവ് വരുന്നു അപ്പോഴെല്ലാം ഞാൻ തിന്നുമ്പത്തേനും അപ്പം കയ്യിലെടുത്ത്, ഓ ഞാൻ തെറ്റ് ചെയ്തു, ഒറ്റ മിനിറ്റ് താഴ്വാക്കട്ടെ, ഒന്ന് ഏറ്റു പറയാം. ഇതെന്ത് കപട അത് നിങ്ങൾ ഈ നാടകീയത കാണിക്കണ്ട. ഇതെന്ത് കപട ജീവിതം? നിങ്ങൾ നാടകീയത കാണിക്കരുത്. ഞാൻ പറഞ്ഞത് അങ്ങനല്ല. ആദ്യം ജനത്തെ ഒരുക്കും. അതെങ്ങനെ? ആദ്യം ജനത്തിന് സ്വയശോധനയ്ക്ക് ഒരു അവസരം കൊടുക്കും. കർത്താവിന്റെ മേശയിൽ ഗൗരവം. ഞാൻ പറയുന്നത് ആ സ്വയശോധന, ഞാൻ കഴിക്കുന്നത് കർത്താവിന്റെ ശരീരമാണോ രക്തമാണോ എന്ന ആ സമയത്ത് മാത്രമല്ല, അവനവൻ ഇതിന് യോഗ്യനാണോന്നും എന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം, ആത്മശോധന എന്ന് പറഞ്ഞാൽ അതല്ലേ എന്റെ ജീവിതം, ഇതിന്റെ എല്ലാം പ്രശ്നം ആദ്യം പറഞ്ഞത്. ക്രിസ്ത്യൻ ലൈഫ് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിട്ട് ഭൂമിയിൽ വിട്ടതാണോ അതോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോട്ടിവേഷണൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എന്നൊക്കെ പറയാം, പക്ഷേ പ്രാക്ടിക്കൽ അല്ല. അല്ല ഞാൻ പറഞ്ഞ അത് ഞാൻ ഇനി ഒരു കാര്യം പറയാം. ഇപ്പം സഹിത്ത് പറയുന്നതൊക്കെ ഒരു വശമാണ്. നമ്മൾ ഈ പറഞ്ഞ എല്ലാം വളരെ ആവേശത്തിൽ ഞാൻ ക്രിസ്തുവിൽ ആരാണെന്നുള്ളതും കൃപ എന്നെ എന്തൊക്കെ ചെയ്യുന്നുള്ളതൊക്കെ നല്ല രസമാണ്. പക്ഷെ അതിന് മറുവശത്ത് എൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കർത്താവ് വിടുകയില്ല. ഇപ്പോഴും ഞാൻ ആ പോയിന്റ് ഹാർവസ്റ്റ് വീട് മുഴുവൻ വ്യൂവേഴ്സിനോട് പറയാം, പെന്തക്കോസ്റ്റലിസമായിട്ടോ പെന്തക്കോസ്റ്റ് കൂട്ടങ്ങളുമായിട്ടോ എനിക്ക് യാതൊരു സംബന്ധവുമില്ല. എനിക്ക് ഉണ്ടായിരുന്നു 8 വർഷം ഞാൻ അസംബ്ലീസ് ശുശ്രൂഷയിലായിരുന്നു. എനിക്കിപ്പോൾ അതുമായിട്ട് യാതൊരു സംബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ആശയം ഏതെങ്കിലും പെന്തക്കോസ്റ്റ് സഭകൾ എടുക്കണമെന്നോ അവരത് അംഗീകരിക്കണമെന്നോ ഇതുപോലെ ചെയ്യണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വാട്ട് ഐ ലേൺ അതാ ഞാൻ പറയുന്നത്. അതിനപ്പുറത്തേക്കൂടെ വേറൊരു പ്രൊഫഗണ്ട ഞാൻ പൈപ്പിൽ കൂടെ വെള്ളം വിട്ടു. ഞാൻ മുനിസിപ്പൽ ജോലിക്കാരനാണ്. ഞാൻ പൈപ്പിൽ കൂടെ വെള്ളം വിട്ടു. പൈപ്പിൽ കൂടെ വെള്ളം വിട്ടിട്ട് ഇതിനകത്ത് അഴുക്കുണ്ട്, ഇതിനകത്ത് വിഷമുണ്ട്, ആരും എടുക്കണോ ആരും കുടിക്കണോ കുടിക്കണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല. എന്റെ കാര്യമായത് യോഗ്യതയുള്ളത് എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. ഒരു ഉപദേശം പബ്ലിഷ് ചെയ്തിട്ട്, ഒരു ഉപദേശമോ ഒരു തെറ്റായ പബ്ലിഷ് ചെയ്തിട്ട് എടുത്തോണം. ഞാൻ നിങ്ങളാരും എടുക്കാൻ പറയുന്നില്ല. അതുപോലെ ആശയം പി.ടി. തോമസ് സാർ പറയുന്നതും സജിത്ത് പറയുന്നതും സജിത് സാർ പറയുന്നതും സാർ പറയുന്നതും മുഴുവൻ മനുഷ്യരുടെ ബൈബിൾ ഇരിക്കുന്നു.
ബൈബിള് പറയുന്നു ആത്മശോധന കഴിക്കണമെന്ന്. സജിത്ത് പറയുന്ന ഒരു ആശയമായിട്ടോ ഇന്ന് ഹാർവസ്റ്റ് ടിവിയിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് കാണുന്നുണ്ടാകും. ഞാൻ അവരോട് പറയാം, ഒരിക്കലും സജിത്ത് പറയുന്നു എന്നുകൊണ്ടോ അല്ലെങ്കിൽ പി ടി തോമസ് പറയുന്നുണ്ടോന്നോ അല്ല. സ്റ്റഡി ദ ബൈബിൾ. ഈ കോണ്ടെക്സ്റ്റിൽ വെച്ച് നിങ്ങൾ വചനം പഠിച്ചാട്ടെ. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ അതേ സമയത്ത് ഇതിനകത്ത് അടിച്ചേൽപ്പിക്കലില്ല. അതുകൊണ്ടാണ് ഈ വിഷയം പോലും ഞങ്ങൾ ചെയ്യാതിരുന്നത്. ഇപ്പൊ ഇങ്ങനൊരു ടോക്ക് ഷോ നടത്തുന്നതിന് തന്നെ കാരണം ഒരുപാട് വ്യത്യസ്തമായ ഉപദേശങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നു, അല്ലെങ്കിൽ ടി വിയിലൂടെ കാണുന്നു, വായിക്കുന്നു, ഇൻ്റർനെറ്റിൽ കൂടെ ഒത്തിരി പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊരു വലിയൊരു കൺഫ്യൂഷനുണ്ട്. കുറേ പേർ കൺഫ്യൂഷൻ ഇല്ലയെന്ന് ചിന്തിച്ചാൽ ഉള്ളുകൊണ്ടെങ്കിലും അറിയാം ഒരു കൺഫ്യൂഷൻ എവിടെയോ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമുക്കെല്ലാം ഓരോന്ന് പറയാം, ശരിയാണ്. പക്ഷേ നമ്മുടെ കൺവിക്ഷൻസ് എടുത്ത് വായിക്കുക, പ്രാർത്ഥനയോടെ പഠിക്കുക. നിങ്ങളെ അത് എല്ലാ സകല സത്യത്തിലും വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്, അത് ഓർക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ശരിയായ പഠിക്കുക, നല്ലവണ്ണം സമയമെടുത്ത് പ്രാർത്ഥനയോട് അല്ലെങ്കിൽ അതറിയാവുന്നവരോട് ചോദിച്ച് പഠിക്കുക. കാര്യം അപ്പോസ്തലന്മാർ അവർ ഉപദേശിച്ചു. ഇന്നും തീർച്ചയായിട്ടും ഉപദേശങ്ങൾ നമുക്ക് ഉപദേശിച്ച് തരുവാൻ ദൈവം ഓരോരുത്തരെ ആക്കി വെച്ചിട്ടുണ്ട്, സഭയിൽ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരോട് നന്നായി അത് പഠിക്കുക. അത്ര മാത്രമേ ഇതിനകത്ത് പറയാൻ ഞങ്ങൾക്കും കഴിയുന്നുള്ളൂ. സജിത്ത് തൻ്റെ വാദഗതികൾ താൻ നിരത്തി. അത് എല്ലാം ഞങ്ങൾ ചിലപ്പോൾ സമ്മതിക്കുന്നില്ല, കേൾക്കുന്ന നിങ്ങൾ സമ്മതിക്കത്തില്ല. ഒരുപക്ഷെ ഒരു കൂട്ടം സമ്മതിക്കുന്നുമുണ്ട്, ശരിയാണ്. അതേസമയത്ത് അദ്ദേഹം പറഞ്ഞ എല്ലാം തെറ്റാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. അദ്ദേഹം പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഒരു ഭാഗത്തെല്ലാം ശരിയാണ്. കാര്യം ഞാൻ ക്രിസ്തുവിലായി എന്ന് പറയുന്നത് നല്ല കാര്യം. ഓർമ്മലേഖനത്തിൽ പറഞ്ഞ കാര്യം എല്ലാം ശരിയാണ്. പക്ഷേ മറുവശത്ത് ലേഖനങ്ങളൊന്നും വേണ്ട. അപ്പം അവിടെ ഒരു ഹോൾസമായിട്ടേ നമുക്ക് വേദപുസ്തകത്തെ കാണാൻ കഴിയുള്ളൂ. അതിൽ സുവിശേഷങ്ങളുണ്ട്, ലേഖനങ്ങളുണ്ട്, ഈവൻ വെളിപ്പാട് പുസ്തകം പോലും അതിനകത്തുള്ള കാര്യ ഉപദേശങ്ങളും അതിനകത്തുള്ള താക്കീതുകൾ, അതിനകത്തുള്ള ശാസനകൾ, ഇതെല്ലാം നമ്മൾ എടുത്തേ പറ്റും. അതുകൊണ്ട് നമുക്ക് ഒരു കൺക്ലൂഷൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദൈവവചനം സത്യമാണ്. ഈ ഉപദേശങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ യേശു പറഞ്ഞ ഉപദേശം, അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ച ഉപദേശം, ആദിമസഭ വിശ്വസിച്ച ഉപദേശം, അല്ലേ, അതിൽ ചില നിഴലായിട്ട് ചില കാര്യങ്ങൾ പഴയ നിയമത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കൂട്ടത്തിൽ സമയക്കുറവോടെ ഞാൻ വിട്ടുപോവുകയാണ്. പഴയ നിയമം വേണ്ട, പഴയ നിയമം കത്തിച്ചേര് എന്നൊക്കെ സജിത്ത് പ്രസംഗിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ടെന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വാക്ക് പഴയ നിയമത്തിൽ പറയാം. പ്രിയമുള്ളവരെ, ഞാൻ ഫസ്റ്റ് ടൈം അമേരിക്കയിൽ പോയപ്പോഴാണ് ഒരു ഐപാഡ് ഒരാൾ ഗിഫ്റ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ ഫുൾ ബൈബിളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും എൻ്റെ ഐപാഡിൻ്റെ ആദ്യം പഴയ നിയമവും പിന്നെ പുതിയ നിയമമാണ്. ഒരു തരത്തിലും പഴയ നിയമം ദൈവികമല്ലെന്നോ പഴയ നിയമം വചനത്തിൽ നിന്ന് കീറിക്കളയണമെന്നോ കീറിക്കളഞ്ഞുവെന്നോ ഒരു പരാമർശമോ ചെയ്യണമെന്നൊരു വാക്കോ എൻ്റെ നാവിൽ നിന്ന് ഞാൻ ഈ കാലം വരെ പറഞ്ഞിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസം. All scripture is inspired by God. For the exhortation, for the correction, it is given. For correction also. That correct. For exhortations, corrections, guidance, teachings. അല്ലെങ്കിൽ പിന്നെ കറക്ഷൻ ഇല്ലായിരുന്നു നമുക്കൊക്കെ റോൾ എന്നായിരുന്നു. സജി ഒരു കൺക്ലൂഷനിലേക്ക് ഒന്ന് വരാമോ? ദാറ്റ്സ് ഗുഡ്. ഞാൻ വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ഉള്ള ഒരു കൺക്ലൂഷൻ സജിത്ത് തന്നെ പറഞ്ഞു. അത് ഞാൻ ശരിക്കും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദേശം 1000 ഉണ്ടാകും, പക്ഷേ വചനം ഒന്നേ ഉള്ളൂ. ഉപദേശം 1000 ഉണ്ടാകും, പക്ഷേ വചനം ഒന്നേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. എൻ്റെ ചിന്ത ഇനിയാണെങ്കിലും സജിത്ത് ഇതുപോലെയുള്ള ഒരു സന്ദർഭം നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ഒത്തിരി വീഡിയോസ് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, MP3 ഒത്തിരി പ്രചോദനമായിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ അറിയാവുന്നവരാ. ഇന്ന് പി.ടി. തോമസ് സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. താങ്ക് യു വെരി മച്ച്. നിങ്ങളെ ഏതെങ്കിലും ഒരു വാക്കുകൾ ഇതിനകത്ത് നിങ്ങളെ ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളുടെ തോമസ് സാറിന്റെ മോൻ എന്ന പദവിയിൽ എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു വാശയത്തിൽ ഒരു ഹർട്ടിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രായത്തിന്റെ പക്വതയിലായില്ല എന്ന് ഓർത്ത് ക്ഷമിക്കുക. പ്ലീസ് സജിത്തിനെ ഞാൻ സ്നേഹിക്കുന്നു, പക്ഷേ പറയുന്നു ഉത്തരം തരാതെ ഞാൻ 2 ചോദ്യം വിട്ടേക്കുന്നു എന്ന് പറയരുത്. ഒരു ചോദ്യത്തിന് ഉത്തരം തരാതെ ഇല്ല. കാരണം ബ്രദർ ഞാൻ സമ്മതിക്കണ്ട, അത് സ്നേഹവുമായി ബന്ധമുള്ള കാര്യമല്ലത്.
അല്ല ഇനി നമുക്ക് സെറ്റ് പിന്നെ വേറെ കാര്യമുണ്ട്, സജിത്തിന് എന്നെ ഹട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഇന്ന് ചർച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ബിബ്രറിനോട് ഞാൻ കൂടെ വന്ന രഞ്ജിത്തിനോട് പറയായിരുന്നു, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള ഒന്നുമില്ല, എന്നാ പറയണ്ട, ബിഗ് സീറോയാണ്. ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ എന്റെ കൺക്ലൂഷൻ. നമ്മളിപ്പം ഇവിടെ സാജു മാത്യു പറഞ്ഞ പോലെ സജിത്ത് അത് പറഞ്ഞു, അനേക ഉപദേശങ്ങളും വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടാവും. വചനം ഒന്നേ ഉള്ളൂ. ഈ വചനം എന്തിനാണ് തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഇല്ലാത്ത ഒരു മണവാട്ടിയെ തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശു ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കറയും ചുളുക്കവും മാറ്റവും മാലിന്യം ഇല്ലാത്ത ഒരു മണവാട്ടി ഉണ്ടായില്ല, ഉണ്ടായിക്കൊണ്ടിരിക്കുക. മണവാട്ടിക്ക് തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും. എനിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ, അത് വേണമെങ്കിൽ അത് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. എനിക്ക് ഈ ദിവസങ്ങളിലുള്ള ഒരു ക്വസ്റ്റ്യൻ, ഞാൻ സായിച്ചാനെ കാണുമെന്നൊന്നും വിചാരിച്ചില്ല. വാസ്തവത്തിൽ ബിബ്ലിക്കൽ ഇത് റെക്കോർഡിംഗ് കാരണം അതെന്റെ ഒരു ഡൗട്ടാണ്. മണവാളൻ മണവാട്ടി എന്ന പരുവത്തിലാണോ, ഭാര്യ ഭർത്താവ് എന്ന പരുവത്തിലാണോ ഇപ്പൊ നമ്മളായിരിക്കുന്നത്? ഇത് രണ്ടുമുണ്ട്. അത് നമുക്ക് അതൊരു ഒരു മിസ്റ്റിക് എക്സ്പീരിയൻസ് ആണല്ലോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ജൂയിഷ് പശ്ചാത്തലത്തിലാണ് ഇന്റിമസി തന്നെയല്ല ഇതിനകത്ത് നമ്മളെ ബിബ്ലിക്കൽ അല്ല. ഇതിപ്പം ഗോസ്പൽസില് മണവാളൻ മണവാളന്റെ തോഴ്മക്കാർ എന്ന് പറയുന്ന ആശയം അല്ല. ഇതിനകത്ത് നമുക്കത് ചാനലിൽ കൂടെ ചർച്ച ചെയ്യേണ്ട, നമുക്ക് പിന്നെ സംസാരിക്കുന്നത് അല്ല. സജിത്ത്, എനിക്ക് ബിബ്ലിക്കൽ പശ്ചാത്തലത്തിലുള്ള തീർച്ചയായിട്ടും നമുക്ക് ബിബ്ലിക്കൽ പശ്ചാത്തലത്തിൽ ഞാൻ ഒറ്റ വാക്കിനകത്ത് ഒറ്റ ഇതെന്ന് പറയുന്നത്, ഒന്ന് ബെട്രോത്തൽ കഴിഞ്ഞാൽ ഭാര്യ എന്ന നിലയിലാണ് യഹൂദ പശ്ചാത്തലത്തിൽ മണവാട്ടിയെ കാണുന്നത്. അതുകൊണ്ടാണ് നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ മടിക്കണം എന്ന് പറയുന്നത്. ബെട്രോത്തലെ കഴിഞ്ഞിട്ടുള്ളൂ എന്നതുപോലെ തന്നെയാണ് ചർച്ചിനെയും കർത്താവ് കാണുന്നത്. ഡേറ്റിംഗ് എന്നൊരു പരിപാടി ഇല്ല, ഓൾറെഡി ഭാര്യയെ പോലെ ഭർത്താവായ. അതുകൊണ്ടാണ് യോസേഫിനോട് പറയുമ്പോഴും അതുകൊണ്ടാണ് പിന്നെ പരസംഗം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പരസംഗം നിമിത്തം കുറ്റക്കാരിയാണെങ്കിൽ ഉപേക്ഷിക്കാൻ. സുവിശേഷത്തിൽ വരുമ്പോ മണവാളൻ മണവാട്ടി, ലേഖനത്തിൽ വരുമ്പോ ക്രിസ്തു ശരീരത്തെ സ്നേഹിച്ച പോലെ തന്നെ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ലേഖനത്തിൽ വരുമ്പോ ഇനി കുഞ്ഞാടിന്റെ കല്യാണം. അപ്പൊ അതിന്റെ അർത്ഥം ഒരുപാട് നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അവസരം നമുക്ക് ലഭിച്ചു. പ്രത്യേകിച്ച് സജിത്ത് ഇനി ആരും നേരിട്ട് ഒന്നും ചോദിക്കുന്നില്ല. സജിത്തിന്റെ വാദഗതികൾ എന്താണെന്ന് കേൾക്കാൻ ഒരു അവസരമില്ല. പ്രസംഗങ്ങൾ കേൾക്കുന്നു, പക്ഷേ എന്താണ് ഇതിനെക്കുറിച്ചുള്ളത് എന്ന് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞങ്ങള് അല്ല, ഞാൻ ഇതിനെക്കുറിച്ച് അത് കഴിഞ്ഞിട്ട് ഓക്കെ. സജിത്ത് വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടായ ഏറ്റവും വലിയ ഗുണം, സജിത്ത് വിശ്വസിക്കുന്നുവെന്ന് ആളുകൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ സജിത്തിൻ്റെ ടീച്ചിങ് അല്ലാന്ന് സജിത്ത് ഇവിടെ പറഞ്ഞു. ദാറ്റ് ഈസ് വണ്ടർഫുൾ. കാര്യം ഞാൻ തന്നെ എനിക്കുള്ള ഒരു പ്രശ്നം, എനിക്ക് ഇവിടുത്തെ കൃപയുടെ ആൾക്കാരെല്ലാം ജോസഫ് പ്രിൻസ് പറയുന്നത് എല്ലാം വിശ്വസിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് ജോസഫ് പ്രിൻസിൻ്റെ ബുക്കുകൾ വെച്ചിട്ട് ഞാൻ ഒത്തിരി നോക്കി, അതിനകത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ അതിലെ പല ടീച്ചിങ്സും ഇവിടെയുള്ള കാര്യം എനിക്ക് നിങ്ങളെയൊക്കെ സജിത്തുമായിട്ട് അത്രയും വലിയ ക്ലോസ് അല്ലെങ്കിലും ഈ ഫയർ വിങ്സിലെ ഇവിടെയായിട്ടൊക്കെ എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ എന്നോട് ഒരു പിതൃതുല്യമായ സ്നേഹം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതല്ല, അതിനകത്ത് ഞാൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നെങ്കിലും അതൊരിക്കലും എന്താണ് സ്നേഹത്തിൽ നിന്ന് മാത്രമാണ്, അല്ലാതെ ഒന്നുമല്ല. ഒന്ന് പിന്നെ പക്ഷേ ഈ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് സജിത്ത് തന്നെ, അതായത് പിന്നൊരു സാം പറയുന്നതിന് മുമ്പ് തന്നെ സജിത്ത് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഉപദേശങ്ങൾ പലതും ഇവിടെ ഇറങ്ങുന്നുണ്ട്, പക്ഷേ വചനം ഒന്നേ ഉള്ളൂ. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഹാർവസ്റ്റ് ടി വിയിലെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, വചനം എന്നുള്ള ഒറ്റ കാര്യത്തിലേക്ക്. ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത്, ഞാൻ ആഫ്രിക്കയിലാണെങ്കിലും സംസാരിക്കുമ്പോഴെല്ലാം അവർ പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ പറയുന്നതെല്ലാം, നാച്ചുറലി അങ്ങനെ വേണ്ടി വരുന്നത്. അപ്പോഴെല്ലാം ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഞാൻ സാജു പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യരുത്.
ഇപ്പം ബെരോവയിലെ ക്രിസ്ത്യൻസിൻ്റെ കാര്യം, അവർ വചനം കേട്ടു, പക്ഷെ അവർ വചനം കൈക്കൊണ്ട് കഴിഞ്ഞിട്ട് അവർ ശോധന ചെയ്യുന്നു. അല്ലാതെ നോക്കട്ടെ അതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്നല്ല, അവർ ആത്മാവിൽ അത് കൈക്കൊണ്ടു. അതുകൊണ്ട് ഒരാൾ പ്രസംഗിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അതിനെ ഒരു വിമർശന ബുദ്ധിയാ നോക്കിയിരിക്കുകയുമല്ല. അതും ഒരു വലിയൊരു പ്രശ്നമുണ്ട് സാറേ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. ഞാൻ പലപ്പോഴും ഉണ്ട് ഈ ബൈബിൾ ക്ലാസ്സുകളൊക്കെ ഒട്ടും ലൈവ് അല്ലാത്തതിൻ്റെ കാര്യം എന്നറിയാമോ, ഇത് ആത്മാവിൽ ഉൾക്കൊള്ളാൻ ഒരു വലിയൊരു കാര്യമാണ്. എന്നാൽ പൗലോസിന്റെ വാക്കുകളെ അവർ ഉൾക്കൊണ്ടു, എന്നിട്ട് പോയി ശോധന ചെയ്തു, ഇത് അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ വെച്ച് ശോധന ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് പൗലോസിന്റെ വാക്കുകൾ ശോധന ചെയ്തിട്ട് മാത്രമേ അവരെടുക്കാൻ തയ്യാറുള്ളെങ്കിൽ പിന്നെ സാജുവിന്റെ വാക്കുകൾ ആരുടെയാണെങ്കിലും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ ടെലിവിഷൻ ചാനലുകളിൽ നിങ്ങൾ ആരുടെ ദൈവവചനം കേട്ടാലും നിങ്ങൾക്കത് ഇൻസ്പയറിംഗ് ആണെങ്കിൽ സന്തോഷം. പക്ഷേ അത് ഉപദേശമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അത് ദൈവവചനത്തിന് അനുസൃതമാണോ എന്നുള്ളതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് നിങ്ങളത് മനസ്സിലാക്കിയിട്ട് മാത്രമേ അതിൻ്റെ പുറകെ പോകാവൂ. നിങ്ങൾ വചനം സ്വീകരിച്ചു, പക്ഷേ അതിൻ്റെ പുറകെ പോകുന്നത്. പിന്നെ എനിക്ക് ഒരു ചിന്തയുണ്ട്, ഇതുപോലുള്ള ചോദ്യങ്ങൾ ആളുകൾക്ക് സംശയമുള്ളപ്പോൾ പ്രേക്ഷകർ ചോദിക്കാൻ, ഞാനത് ബിബിയോട് ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചായിരുന്നു, പ്രേക്ഷകർ ചോദിക്കട്ടെ. പ്രേക്ഷകർ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ആൻസർ ചെയ്യാനായിട്ടുള്ള ലൈവായിട്ടോ ഈവൻ അതർവൈസ് എല്ലാവർക്കും വന്ന് ചോദിക്കാൻ പറ്റത്തില്ലായിരിക്കുമല്ലോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇപ്പം എനിക്കാണെങ്കിലും ഒത്തിരി ഇമെയിൽസ് നമുക്ക് കുറച്ചൊക്കെ, പക്ഷേ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ടുള്ള ഒരു സെഷൻ ഉണ്ടാകട്ടെ. കാര്യം വചനം ഈ കാലയളവിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നതാണ്. ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തിലേക്ക് മടങ്ങി വരിക. കാര്യം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. ആഫ്രിക്കൻ ചർച്ചസിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന കാര്യം അതാണ്. കാര്യം 4.5 മണിക്കൂർ മീറ്റിംഗ് ഉണ്ടെങ്കിൽ 4 മണിക്കൂർ പാട്ടും 1/2 മണിക്കൂർ പ്രസംഗവും. ഇതാണ് അവിടുത്തെ ഒരു സിസ്റ്റം. ആ 1/2 മണിക്കൂർ ഈ പ്രീച്ചർ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഏതൊക്കെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചെന്നും അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നെന്നും മാത്രമാണ് പറയുന്നത്. കുറേ ബിസിനസ് കാര്യങ്ങൾ. ദൈവവചനം അതിൻ്റെ പ്രാധാന്യത്തിന് വേണ്ടി ഹാർവസ്റ്റ് TV ചാനൽ അതിന് എത്രയോ ചാനലുകൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന അതാണ്, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുകയും ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആകട്ടെ. കൺഫ്യൂഷനിൽ നിന്നേ കൺവിക്ഷൻ ഉണ്ടാകത്തുള്ളൂ. ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാകരുതെന്ന് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര ആണെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകും. ആരെന്തെങ്കിലും പറയും കൺഫ്യൂഷൻ ഉണ്ടാകും. ആ കൺഫ്യൂഷൻ അവർക്ക് ചോദിക്കാൻ ഒരു അവസരം, അതിൽ നിന്ന് അവരൊരു കൺവിക്ഷനിലേക്ക് നയിക്കപ്പെടട്ടെ. അതിനുവേണ്ടി ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമയം തീർന്നു, അതുകൊണ്ട് നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒടുവിൽ ഇത്രയേ ഉള്ളൂ, സകല സത്യത്തിലേക്ക് നമ്മളെ വഴിനടത്തുന്ന പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുണ്ട്. ഈ വചനം നമ്മൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടുകൂടെ വായിക്കുകയും അത് പഠിക്കുവാനും ഗ്രഹിക്കുവാനും നമ്മൾ താല്പര്യം കാണിച്ചാൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് നമ്മളെ അത് സഹായിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ പല വാദഗതികളൊക്കെ കേട്ടു, ശരിയാണ്. പക്ഷേ അതിലൊറ്റ കാര്യമുള്ളൂ, നിങ്ങളത് എടുക്കുമ്പോൾ നേരത്തെ അത് കൈക്കൊള്ളുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വ്യാഖ്യാനങ്ങൾ ദൈവത്തോട് ചോദിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനയോടെ മറ്റു ചിലരോടൊക്കെ ചോദിച്ച് പഠിക്കുക. അപ്പം നിങ്ങളെ വചനത്തിൽ മുന്നോട്ട് നടത്തുവാൻ പ്രാപ്തരായ ദൈവദാസന്മാരൊക്കെ നമ്മുടെ ദേശത്തുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കേൾക്കുക, പഠിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നിവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ നാമത്തിൽ ഉള്ള നന്ദിയും അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ബിബിയോടും ഹാർവസ്റ്റ് TV ടീമിനോടും വളരെ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കാര്യം ഇങ്ങനെയൊരു ചർച്ച അത് പൊതുവേദിയിലേക്ക് കൊണ്ടുവരാനുള്ള ധൈര്യം, തൻ്റെ ഇടം നിങ്ങൾ കാണിച്ചു. ഇതൊരു തുടക്കമായിരിക്കട്ടെ. തീർച്ചയായിട്ടും നമുക്ക് ഇനിയും കാണണം. ഇത് തീർച്ചയായിട്ടും കർത്താവ് ഒരിക്കലും കലക്കത്തിൻ്റെ കർത്താവല്ല, ആത്മാവ് കലക്കത്തിൻ്റെ ആത്മാവല്ല. അത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു കൺക്ലൂഷനിലേക്ക് വരാൻ കഴിയും. അതിലേക്ക് ദൈവം നമ്മളെ സഹായിക്കട്ടെ. സമൃദ്ധിയായി ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു.